വേദിയിലും സദസ്സിലും പ്രിയപ്പെട്ട ഗുരുജനങ്ങളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഷാഹിനയുടെ ലേഡീസ് കൂപ്പെ അഥവാ തീണ്ടാരി വണ്ടി എന്ന ചെറുകഥാസമാഹാരത്തിൻ്റെ പരിഭാഷയായ ദ മെൻഷണൽ കൂപ്പെ ഇവിടെ റിലീസ് ചെയ്യുന്ന അവസരത്തിൽ അധ്യക്ഷ സ്ഥാനത്തിരിക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. അത് ഷാഹിന എൻ്റെ സുഹൃത്തായതുകൊണ്ട് മാത്രമല്ല, ഷാഹിന നല്ലൊരു കഥാകാരി കൂടി ആയതുകൊണ്ടാണ്. സമൂഹത്തിൽ ഇന്ന് നടക്കുന്ന സാഹിത്യ, സാംസ്കാരിക, സിനിമാ രംഗത്തെല്ലാം നടക്കുന്ന സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളെക്കുറിച്ച് ധൈര്യപൂർവം എഴുതുന്ന എഴുത്തുകാരികൾ ഒരാളാണ് ഷാഹിന. അതുകൊണ്ട് തന്നെ ആണ് എനിക്ക് ഇന്ന് ഒരു ഏറെ സന്തോഷമുള്ള ദിവസമാണ്. അവിടെ പദവികളൊന്നുമില്ല, എല്ലാവർക്കും എല്ലാ പദവികളും ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ ചെറിയ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത. അപ്പോൾ ഷാഹിനയും ഞാനും ഒക്കെ അതിലെ അംഗങ്ങളാണ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒത്തുകൂടുന്നു, സുഖദുഃഖങ്ങൾ പങ്കുവയ്ക്കുന്നു, പുസ്തകങ്ങളുടെയും മറ്റുള്ളവരുടെയും പുസ്തകങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു, ചർച്ച ചെയ്യുന്നു. അപ്പോൾ ഇതിലിവിടെ ഞങ്ങൾ മീഡിയ ഒന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. പക്ഷെ അത് അങ്ങനെ അല്ലാത്തത് കൊണ്ട് ചിലരൊക്കെ മാറി നിൽക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾ 10-15 പേർ 2019 മുതൽ ഒന്നിച്ചു കൂടുകയും ഞങ്ങളുടെ ആശയങ്ങൾ പങ്കുവെക്കുകയും പുസ്തകങ്ങൾ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളെല്ലാം തന്നെ സുഹൃത്തുക്കൾ മാത്രമല്ല, ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ്. ഞങ്ങളെന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്, സന്തോഷവുമുണ്ട്. ഷാഹിന പറയുന്നത് പോലെ സൗഹൃദ സംഭാഷണങ്ങളിൽ പോലും നിങ്ങളുടെ ആൾക്കാർ ഷാഹിദിന്റെ ഭാഷയിൽ തന്നെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ കെട്ടകാലത്ത് ഈ കൂട്ടായ്മയ്ക്കൊക്കെ വലിയ പ്രാധാന്യമുണ്ടെന്ന് വിശ്വസിക്കാനാണ് ഞങ്ങൾക്കിഷ്ടം. ഷാഹിനയുടെ കഥകളെപ്പറ്റി വിശദമായിട്ട് സംസാരിക്കാൻ അരുണുണ്ട്. പിന്നെ മാധവൻ സാർ ഷാഹിനയുടെ അടുത്ത ബന്ധു കൂടിയാണ്. അദ്ദേഹത്തിന് സംസാരിക്കാനുണ്ട്, പ്രിയക്ക് സംസാരിക്കാനുണ്ട്, ജബിന് സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം വളരെ ചുരുക്കാമെന്ന് വിചാരിക്കുന്നു. നീട്ടി പറയാമെന്ന് വിചാരിച്ചാൽ എനിക്ക് സാധിക്കാറില്ല. കാരണം ഒരു 15-20 മിനിറ്റ് സംസാരിക്കുമ്പോഴൊക്കെ എനിക്ക് തന്നെ ബോറടിച്ചു തുടങ്ങും. അപ്പോൾ ടപ്പേന്ന് പറഞ്ഞാൽ ഓഫാവുകയും ചെയ്യും, ഞാൻ അറിയാതെ ഓഫായി പോകും. അപ്പം ഞാനിങ്ങനെ സദസ്സിലും വേദിയിലും ഒക്കെ ഇരുന്ന് വിചാരിക്കാറുണ്ട്, ചിലര് വേദി നിറയെ പ്രാസംഗികരുടെ പടയായിരിക്കും. അവരെയൊക്കെ അവഗണിച്ചുകൊണ്ട്, അവരെ ഒന്നും ശ്രദ്ധിക്കാതെ മൈക്കിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ദീർഘം സംസാരിക്കുന്നവരെ കുറിച്ച് അമ്പരന്ന് ഞാനിങ്ങനെ നോക്കി നിന്നിട്ട് പോയിട്ടുണ്ട്. ഇവർക്ക് എങ്ങനെയാ ഇതിങ്ങനെ സാധിക്കുന്നത്, ഇവർക്ക് ബോറടിക്കാറില്ലേ എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. ഷാഹിനന്റെ കഥകളെ കുറിച്ച് എന്തെങ്കിലും പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. എനിക്ക് പറയാനുള്ളത്, കഥ പറച്ചിലിന്റെ മനോഹാരിത കൊണ്ട് നമ്മെ വിസ്മയിപ്പിക്കുന്നവയാണ് ഷാഹിനയുടെ കഥകൾ. സ്വന്തം ഓർമ്മകൾ കൊണ്ട് പ്രതിരോധം തീർക്കുന്ന കഥകളാണ് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഷാഹിനയുടെ എൻ്റെ നോട്ട്ബുക്ക്, ലേഡീസ് കൂപ്പെ, അതുപോലെ പാൽത്തു ജാൻവർ തുടങ്ങിയ കഥകൾ വായിച്ചപ്പോൾ ആദ്യം ഒരു അന്താളിപ്പായിരുന്നു. എല്ലാ എതിർപ്പുകളെയും നിശബ്ദമാക്കുന്ന ഈ കെട്ടകാലത്ത് സാമൂഹ്യ, രാഷ്ട്രീയ, സാമുദായിക പ്രശ്നങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുക എന്ന വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുന്ന ഒരു മുസ്ലിം പെൺകുട്ടിയെക്കുറിച്ച് അപ്പോൾ എനിക്ക് ശരിക്കും ഈ കഥകൾ വായിച്ചപ്പോൾ അഭിമാനം തോന്നി. ഞാൻ എഴുതി തുടങ്ങിയ കാലത്ത് സമുദായത്തിലെ പുരുഷാധിപത്യത്തെക്കുറിച്ചും പൗരോഹിത്യ അനീതികളെക്കുറിച്ചും അതുപോലെ അനാചാരങ്ങളെക്കുറിച്ചൊക്കെ എഴുതിയപ്പോൾ ഞാൻ നേരിട്ട വെല്ലുവിളികൾ ഓർക്കുകയും അല്പം ആശങ്ക തോന്നുകയും ചെയ്തിരുന്നു. പക്ഷെ ഷാഹിന തുടർന്നെഴുതിയ കഥകളും അവരുടെ അഭിമുഖങ്ങളും ഒക്കെ വായിച്ചപ്പോൾ എൻ്റെ ആശങ്കക്ക് അറുതിയായി. എഴുത്തിന് പല സാമൂഹ്യ ഉത്തരവാദിത്തങ്ങൾ കൂടി ഉണ്ടെന്ന് ഉറക്കെ വിളിച്ചു പറയുന്നതാണ് ഷാഹിനയുടെ മിക്ക കഥകളും. സ്വന്തം രചനകളിലൂടെ സമൂഹത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിലും വായനക്കാരെ ചിന്തിപ്പിക്കാനും മാറ്റങ്ങൾ ഉൾക്കൊള്ളാനും പ്രേരിപ്പിക്കാൻ സാധിച്ചാൽ അതുതന്നെ വലിയ കാര്യമെന്ന് ഷാഹിനെ പോലെ ഞാനും കരുതുന്നു.
ആരുടെയും വികാരത്തെ വ്രണപ്പെടുത്താതെ എഴുതാൻ ശ്രമിക്കുന്നതിലും നല്ലത് എഴുതാതിരിക്കുന്നതാണ് എന്ന ഷാഹിനയുടെ നിലപാടാണ് അവരുടെ എഴുത്തിൻ്റെ കരുത്ത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സ്വന്തം ജീവിതം പണയം വെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി എരിഞ്ഞു തീരുന്ന പെണ്ണുങ്ങളുടെ കഥ പറയാനാണ് ഞങ്ങൾ എഴുത്തുകാരികൾ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. കാലം മാറുന്നതിനനുസരിച്ച് സാഹചര്യങ്ങൾ മാറുന്നു. അപ്പം അതിൻ്റെ വ്യത്യസ്തത അവരുടെ എഴുത്തുകളിലും പ്രകടമാകാറുണ്ട്. തങ്ങൾ ജീവിക്കുന്ന കാലഘട്ടത്തെയും തങ്ങളോടൊപ്പം ജീവിക്കുന്നവരെയും അവരുടെയും കഥ പറയാനാണ് കാലാകാലമായി എഴുത്തുകാർ, സ്ത്രീ ആയാലും പുരുഷനായാലും ഒക്കെ തന്നെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഷാഹിന പറയുന്നതും ഈ കാലഘട്ടത്തിലെ പെണ്ണുങ്ങളുടെ ജീവിത വ്യഥകളാണ്. സാമൂഹ്യ, രാഷ്ട്രീയ, സാമുദായിക അനീതികൾക്കെതിരെ ശബ്ദമുയർത്തുക എന്ന വെല്ലുവിളി ഏറ്റെടുക്കുകയാണ് എഴുത്തുകാരുടെ ദൗത്യമെന്ന് ഷാഹിന സ്വന്തം കഥകളിലൂടെ പറയാതെ പറയുകയാണ്. സാമൂഹ്യ ജീവി എന്ന നിലയിൽ സമൂഹത്തിൽ നടക്കുന്ന അനീതികൾക്കെതിരെ പ്രതികരിക്കാതിരിക്കുന്നത് ഭീരുത്വമാണെന്ന് വിശ്വസിക്കുകയും അങ്ങനെ ഒരു ഭീരുവാകാൻ തയ്യാറില്ലെന്ന് സ്വന്തം രചനകളിലൂടെ തെളിയിക്കുകയും ചെയ്യുകയാണ് ഷാഹിന. ലേഡീസ് കൂപ്പ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് അടിമുടി ഒരു പെൺ പുസ്തകമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വിലങ്ങുകളും വീർപ്പ് മുട്ടിക്കുമ്പോൾ വെളിച്ചത്തിൻ്റെ തീവണ്ടി സ്വപ്നം കാണാത്ത സ്ത്രീകൾ ഉണ്ടാവില്ല എന്ന് ഷാഹിനെ പോലെ ഞാനും വിചാരിക്കുന്നു. അങ്ങനെയുള്ള പെണ്ണുങ്ങളുടെ കഥയാണ് ലേഡീസ് കൂപ്പെ. വീട്ടിലെ അഭിപ്രായങ്ങൾ പറയാൻ പോലും സമയമോ സന്ദർഭമോ കിട്ടാത്ത പെണ്ണുങ്ങൾക്ക് അവരെ കേൾക്കാൻ ആളുകളുണ്ട് എന്ന് അറിയുന്നത് തന്നെ വലിയ ആശ്വാസമാണ്. അവരുടെ സഹനത്തിൻ്റെയും സുഖദുഃഖങ്ങളുടെയും ക്ഷമയുടെയും ഒക്കെ കഥകൾ പങ്കുവെക്കുന്നതിനിടയിൽ ട്രെയിൻ ലേറ്റ് ആകുന്നതും ചില സ്റ്റേഷനുകളിൽ ഏറെ നേരം നിർത്തിയിടുന്നതും അന്ന് അവരെ അലോരസപ്പെടുത്തുന്നതേ ഇല്ല, അസ്വസ്ഥരാക്കുന്നുമില്ല. അവരങ്ങനെ സംസാരത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. തീരാ കഥകളുമായി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ട്രെയിൻ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത്. ഒരു 11 മണിയോടെ എത്തുമ്പോൾ എല്ലാവർക്കും തോന്നുകയാണ്, ഇനി എന്ത് ലക്ഷ്യസ്ഥാനം, ഇന്ന് നമുക്ക് അടിച്ചു പൊളിക്കാം, ബീച്ചിൽ പോവാം, സിനിമ കാണാം. അങ്ങനെ ഓരോരോ ആഗ്രഹങ്ങളായിട്ട് പുറത്തു വരികയാണ്. ഇന്നിനി ഒരു ഓഫീസും വേണ്ട, കോളേജും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അതിലെ കഥാനായിക വൃന്ദ തൻ്റെ സിന്ദൂരപ്പൊട്ടെടുത്ത് ട്രെയിനിൻ്റെ ഭിത്തിയിൽ ഒട്ടിച്ചുകൊണ്ട് സ്വാതന്ത്ര്യം ആഘോഷിക്കുകയും ബാക്കി കൂടെയുള്ള സ്ത്രീകളെല്ലാം ആരവാരത്തോടെ അതിനെ അനുകൂലിക്കുകയും ചാടി തുള്ളി പുറത്തിറങ്ങുകയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് ആണുങ്ങളൊക്കെ ഈ പെണ്ണുങ്ങൾക്ക് എന്ത് പറ്റി എന്നുള്ള രീതിയിൽ നോക്കിയതൊന്നും അന്ന് അവരെ ഒട്ടും അസ്വസ്ഥരാക്കിയില്ലെന്നുള്ളതാണ് വാസ്തവം. കേരളത്തിലെ ഒട്ടുമിക്ക പെണ്ണുങ്ങളുടെയും ഉള്ളിലുള്ള മോഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ തന്നെയാണ്. സ്വപ്നങ്ങൾ മാത്രമല്ല, സ്വപ്നഭംഗങ്ങളും ഒക്കെ ആണ് ഷാഹിനയുടെ ലേഡീസ് കൂപ്പെ എന്ന ചെറുകഥ. ലേഡീസ് കൂപ്പയിലെ ഓരോ കഥകളെക്കുറിച്ചും വിസ്തരിച്ച് പറയണമെന്നുണ്ടെങ്കിലും ഇത് അതിനുള്ള അവസരമല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം പല കഥകളും എന്നെ വല്ലാതെ സ്പർശിച്ച കഥകളാണ്. കുറച്ചൊക്കെ ഇവിടെ വിശദമായിട്ട് അരുണും പ്രിയൊക്കെ പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഷാഹിന വളരെ സൂക്ഷ്മതയോടെ വാക്കുകൾ അടുക്കി പെറുക്കി വെച്ച് ഭാവനയുടെ നിറം ചാലിച്ച് എഴുതിയ പെൺജീവിതം അതിൻ്റെ തനിമ ചോർന്നു പോകാതെ ഷാഹിനയുടെ ഉള്ളു മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിമനോഹരമായി പ്രിയ അത് ദ മെൻഷറൽ കൂപ്പെ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുകയാണ്. യാഥാസ്ഥിതികതയുടെ കാണാക്കുരുക്കുകളിൽ വരിഞ്ഞു മുറുകിയ സ്ത്രീ ജീവിതങ്ങളുടെ പിടച്ചിലുകൾ ഷാഹിന രേഖപ്പെടുത്തിയത് അതേ വികാരത്തോടെ പ്രിയ വിവർത്തനം ചെയ്തിരിക്കുന്നു. നല്ല രീതിയിൽ അത് നമുക്ക് മലയാളം വായിക്കുന്നത് പോലെ സുഖമായിട്ട് വായിക്കാൻ പറ്റുന്ന രീതിയിലാണ് പ്രിയ അത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. സമൂഹത്തിലെയും സമുദായത്തിലെയും അനീതികൾക്കെതിരെ വിരൽ ചൂണ്ടുന്ന ലേഡീസ് കുപ്പെ അതേ ഭാഷയിൽ കഥകളുടെ തനിമ ഒട്ടും ചോർന്നു പോകാതെ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത പ്രിയക്കും മനോഹരമായ കഥ പറച്ചിലിലൂടെ മലയാളി പെൺ ജീവിതം നമ്മളോട് പറഞ്ഞ ഷാഹിനയ്ക്കും എൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.
ആരാധ്യയായ അധ്യക്ഷ ശ്രീമതി സുഹറ, ഈ പുസ്തകത്തിൻ്റെ ഗ്രന്ഥകർത്തിയായ ഷഹീന കെ റാഫിഖ്, അത് വിവർത്തനം ചെയ്ത പ്രിയ നായർ, പുസ്തകം ഏറ്റുവാങ്ങിയ ജബീൻ മഠത്തിൽ, ആരുടെ സന്മനസ്സിലാണോ ഈ ചടങ്ങ് നടക്കുന്നത്, ഫാദർ ജോൺ, സദസ്സിലെയും വേദിയിലെയും സഹൃദയരെ, വല്ലാത്തൊരു നെർവസ്നെസ്സോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. വല്ലാത്തൊരു പരിഭ്രമം, സത്യം പറഞ്ഞാൽ ഭയചകിതനായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അതിന് കാരണം, ഈ പുസ്തകം ആരുടെ പുസ്തകമാണ് പ്രകാശിപ്പിക്കുന്നത്? അത് ഷഹീന കെ റാഫിഖിൻ്റെ പുസ്തകമാണ്. അതുകൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യമുണ്ട്. കാരണം ഷഹീനയുടെ ഒരു കഥ എന്നെ എപ്പോഴും വേട്ടയാടാറുണ്ട്. ബുക്ക് റിലീസ് എന്നാണ് ആ കഥയുടെ പേര്. അപ്പം ഈ ബുക്ക് റിലീസ് നടക്കുന്ന സാഹിത്യകാരൻ പ്രസംഗിച്ച് കാട് കയറി വളരെ വളരെ മോശമായിട്ടുള്ളൊരു എഴുത്തുകാരനെ കയറി മാർക്കസ് എന്ന് വിളിക്കുന്നു. ഈ കഥയിലെ കഥാപാത്രം അയാളെ കൊല്ലുന്നു. അതിനുശേഷം ഒരു മോശം എഴുത്തുകാരനെ വേറൊരു സാഹിത്യകാരൻ ഇറ്റാലോ കാൽവിനോ എന്ന് വിളിക്കുന്നു. അയാളും വധിക്കപ്പെടുന്നു. ഇങ്ങനെ 5 സാഹിത്യകാരന്മാരെ ഈ ബുക്ക് റിലീസ് ഫങ്ഷനിലെ അധിക പ്രസംഗത്തിൻ്റെ പേരിൽ വധിച്ചതായി ചിത്രീകരിക്കുന്ന എന്ന് സങ്കല്പിക്കുന്ന ഒരു കഥ എഴുതിയിട്ടുള്ള ആളുടെ പുസ്തകം റിലീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാര കാര്യമൊന്നുമല്ല. അതുകൊണ്ട് ഞാൻ ഷാഹിനിയെ സിൽവിയ പ്ലാത്തോ അല്ലെങ്കിൽ തൊട്ട് ആരുമായിട്ട് സൂസൻ സൊണ്ടാഗോ അല്ലെങ്കിൽ ആരാണ് സിമോൻ ബുവെ, ഇവരാരുമായിട്ട് കമ്പയർ ചെയ്യാൻ പോലില്ല. ഷാഹിനിയായിട്ട് മാത്രം കണ്ടുകൊണ്ട് ഈ കഥ എന്നെ പഠിപ്പിച്ച പാഠം അതാണ്. ഒരു എഴുത്തുകാരനായിട്ട് കാണണം. അവരുടെ കാലഘട്ടത്തിൽ അവരെങ്ങനെ പ്രവർത്തിക്കുന്നു, അവരുടെ കല എങ്ങനെ പ്രാവർത്തികമാകുന്നു എന്നതിനെക്കുറിച്ച് മാത്രം സംസാരിക്കുകയാണ്. അപ്പോൾ ഞാനൊക്കെ വളർന്നു വന്നൊരു കാലഘട്ടത്തിൽ സാഹിത്യത്തിൽ അത്യന്തം താല്പര്യമുള്ള ഒരു തലമുറയായിരുന്നു. അതിനുള്ളൊരു അന്തരീക്ഷമുള്ള ഒരു കോളേജിലാണ് ഞാൻ പഠിച്ചത്. അപ്പം ഞങ്ങളുടെയൊക്കെ ഒരു മാനിഫെസ്റ്റോ ഉണ്ടായിരുന്നു സാഹിത്യ നിരൂപണത്തിൽ. മാനിഫെസ്റ്റോ അത് ബഹുമാന്യനായ എൻ്റെ സുഹൃത്ത് അന്തരിച്ച TR എന്ന മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു കഥാകൃത്താണ് എനിക്ക് പരിചയപ്പെടുത്തി തന്നത്. ആ പുസ്തകം സൂസൻ സൊണ്ടാങ്ങിൻ്റെ എഗെയിൻസ്റ്റ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന പുസ്തകമാണ്. വ്യാഖ്യാനങ്ങൾക്കെതിരെ ഒരു സാഹിത്യകൃതിയെ വ്യാഖ്യാനിക്കാൻ പോകരുത്. അപ്പം ഇത്തരം ഒരു വിശ്വാസവും ഷാഹിനയുടെ കഥയ്ക്കൊപ്പം തന്നെ ഞാൻ കൊണ്ടു നടക്കുന്നതുകൊണ്ട് ഈ പുസ്തകത്തെക്കുറിച്ച് ഞാൻ അധിക പ്രസംഗം നടത്തുന്നില്ല. എനിക്ക് ചെയ്യാവുന്നൊരു കാര്യം, ഞാൻ പ്രവർത്തിക്കുന്ന മേഖല ഏതാണ്ട് 55 വർഷമായിട്ട് പ്രവർത്തിക്കുന്നു. സാഹിത്യ മേഖല ചെറുകഥയാണ്. അതിൻ്റെ വികാസ പരിണാമങ്ങളിൽ ഞാൻ എന്നും ദത്തശ്രദ്ധനായിരുന്നു. ഒരു പുതിയ കഥ വരികയാണെങ്കിൽ അത് തേടിപ്പിടിച്ച് വായിക്കും. 1000 കഥകളിൽ നിന്ന് ഒരു കഥ തിരഞ്ഞെടുത്ത് പ്രസിദ്ധീകരിക്കുന്ന ഒരു മാസികയാണ് ന്യൂയോർക്കർ. അപ്പം ന്യൂയോർക്കറിൽ വരുന്ന ലേറ്റസ്റ്റ് കഥ വരെ ഞാൻ തേടിപ്പിടിച്ച് വായിക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് എനിക്ക് ചില ആശയങ്ങളൊക്കെ ഉണ്ട്. അതായത് ആധുനിക ചെറുകഥ എങ്ങനെ ഇരിക്കണം, 21-ാം നൂറ്റാണ്ടിലെ
ചെറുകഥ ഏത് രൂപത്തിലാണ് എന്നതിനെക്കുറിച്ച് ഒരു ചില ആശയങ്ങൾ നമ്മൾ ഈ കഥകളെ കൂടി ഈ മാറിക്കൊള്ളുന്ന മലയാള കഥയ്ക്ക് ഏതാണ്ട് 125 140 വർഷങ്ങൾ പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ ആദ്യത്തെ കഥ വരുമ്പോൾ ചെറുകഥയുടെ കുലപതി എന്ന് വിളിക്കാവുന്ന ചെക്കോവ് റഷ്യയിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ വളരെ വളരെ ചെറുപ്പമായ യൗവനത്തിൽ പോലും കടക്കാത്ത ഒരു സാഹിത്യശാഖയാണ് മലയാളത്തിൽ ചെറുകഥ. അതുകൊണ്ട് തന്നെ അതിൻ്റെ വികാസ പരിണാമ ചരിത്രത്തിൽ വളരെ ദത്തശക്തനായി പലരും ശ്രദ്ധിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒരാളാണ് ഞാൻ. അപ്പോൾ ഇന്ന് ലോകഭാഷകളിൽ വരുന്ന പുതിയ ചെറുകഥകളിൽ കേൾക്കുന്ന കാണുന്ന ചില ലക്ഷണങ്ങളുണ്ട്, ചില പ്രത്യേകതകളുണ്ട്, അത് ഞാൻ കുറിച്ച് കൊള്ളുന്നുണ്ട്. അതിലൊന്ന്, ഈ ആഖ്യാനം തികച്ചും വ്യത്യസ്തമാകുന്നു. അതിൽ പലതരത്തിലുള്ള ശബ്ദങ്ങൾ കടന്നു വരുന്നു. അത് തുടങ്ങുന്നിടത്തല്ല, അത് രേഖീയമല്ല. തുടങ്ങുന്നിടത്തല്ല അവസാനിക്കുന്നത്. സത്യം പറഞ്ഞാൽ അതൊരു ജീവിതത്തിൻ്റെ കഷ്ണമാണ്. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം എടുത്തു വച്ച് അതിനെ ഒരു ആഖ്യാനമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കുകയില്ല. സാഹിത്യവും ചെറുകഥയും നോവലും ഒക്കെ ശ്രമിക്കുന്നത് അതിനു വേണ്ടിയാണ്. പക്ഷെ ആധുനിക സാഹിത്യം, 21ാം നൂറ്റാണ്ടിലുള്ള സാഹിത്യം ശ്രമിക്കുന്നത് ഈ ജീവിതത്തിൻ്റെ ഇടതൂർമയില്ലായ്മ, അതിൻ്റെ വിസംഗതികൾ, അതിൻ്റെ ഡിസ്ക്രീറ്റ്നെസ്, ഈ വേറിട്ട് നിൽക്കുന്ന ഘടകങ്ങൾ അതുപോലെ പ്രതിഫലിപ്പിക്കുക, അതുപോലെ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഷാഹിനയുടെ മിക്ക കഥകളിലും കാണാവുന്ന ഒരു പ്രത്യേകതയാണിത്. സിനിമാ ടോക്കീസിൽ മോശമായ എണ്ണയിൽ വറുത്തെടുത്ത പോപ്കോണിലാണ് ഇതിലെ ദി ജീനി എന്ന കഥ തുടങ്ങുന്നത്. അതിന് ആ കഥ എങ്ങോട്ടൊക്കെയോ പോകുന്നത്. 1921 മാപ്പിള ലഹള, അതിനിടയ്ക്ക് അമ്മൂമ്മയുടെ കഥകൾ, അമ്മൂമ്മ വീട്ടുകാരുടെ പരിഹാസങ്ങൾ, തുടർന്ന് അവസാനിക്കുന്നത് ഒരു ജീനിയിലാണ്. ഈ ജീനിയുമായിട്ടുള്ള വച്ചുമാറ്റങ്ങളാണ് ഈ കഥ അവസാനിക്കുന്നത്. അവസാനം ജീനിയെ തനിക്ക് തന്നെ ഏറ്റവും വേണ്ട കാര്യം, അതായത് ഒരു നോവൽ എഴുതുക എന്നത് ഏൽപ്പിക്കുമ്പോൾ ജീനി ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോകുന്നതാണ് ഈ കഥ. ഇതിൽ ഞാൻ പറയുന്നത്, ഇന്ന് 21ാം നൂറ്റാണ്ടിലെ ഈ മൂന്നാമത്തെ ദശകത്തിൻ്റെ പകുതിയിൽ ലോകഭാഷകളിൽ എഴുതപ്പെടുന്ന പല കഥയുടെ ആഖ്യാന രീതിയുമായിട്ട് ബന്ധമുണ്ടെന്നുള്ളതാണ്. പിന്നെ ഈ നൂറ്റാണ്ടിലെ കഥകൾക്ക് കാണാവുന്ന മറ്റൊരു പ്രത്യേകത ഈ കലാരൂപങ്ങളിലെ ഷോണറുകളിൽ കൂട്ടിക്കുഴക്കലുകളാണ്. ഇത് വളരെ അവിശ്വസനീയമായ രീതിയിലാണ് ഷാഹിന കൈവരിക്കുന്നത്. ഇപ്പോൾ വളരെ പണ്ട് തന്നെ നമ്മൾ സാഹിത്യത്തിൽ ഈ ഷോണറുകൾ കൂട്ടിക്കുഴയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പം എൻ്റെ തന്നെ ഒരു കഥ പറയുകയാണെങ്കിൽ, ചൂളമേലിൻ്റെ കഥകളിൽ ഏതാണ്ട് 1/4 ഭാഗം ഒരു ഫിലിം സ്ക്രിപ്റ്റിൻ്റെ രൂപത്തിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ഇതല്ല, ഇത് സർവലൗകികമായിട്ടുള്ള വിവിധ തരത്തിലുള്ള ഷോണറുകളെ സ്വീകരിക്കുന്ന ആധുനിക മനുഷ്യൻ, ഡിജിറ്റൽ യുഗത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ, എല്ലാവിധ കലാരൂപങ്ങളും ശബ്ദവീചികളിലൂടെ അല്ലെങ്കിൽ വീചികളിലൂടെ തൻ്റെ ഫോണിലെത്ത് അത് അനവരതം അനുഭവിക്കുന്ന ഒരു അനുവാചകൻ്റെ പ്രത്യേകതയാണ്. എനിക്ക് വളരെ സ്ട്രൈക്ക് ചെയ്ത ഒരു ഇമേജ് ഉണ്ട്. ഈ മറ്റേ മെൻസ്ട്രൽ കൂപ്പെ എന്ന കഥയിൽ തീവണ്ടിക്കകത്ത്
കുറച്ച് സ്ത്രീകൾ സംസാരിക്കുകയാണ്. അപ്പം ഈ സംസാരിക്കുന്നതിനെ വിവരിക്കുന്നത് അവരുടെ തലയ്ക്ക് മുകളിൽ കാർട്ടൂണിൽ കാണുന്ന പോലുള്ള, കാർട്ടൂണിൽ സംഭാഷണം വരിക ബലൂണുകൾക്കകത്താണ്. ഈ തലയ്ക്ക് മുകളിൽ സംഭാഷണം കാണിക്കുന്ന ബലൂണുകളിലെ ഒരു കഥാപാത്രം കാണുന്നതാണ്. ഇതാണ് ഈ മിക്സിങ് അപ്പ് ഓഫ് ഷോണേഴ്സ്. ഈ പല രീതിയിലുള്ള, ഇപ്പം കാർട്ടൂണും ചെറുകഥയായിട്ട് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല എന്താണ് ബന്ധം. സിനിമയും ചെറുകഥയൊക്കെ ആയിട്ട് ബന്ധമുണ്ടാവും, പക്ഷെ കാർട്ടൂണും ചെറുകഥയുമായിട്ട് പോലും ബന്ധിപ്പിക്കുന്ന രീതിയിൽ ആധുനിക ചെറുകഥ അങ്ങോട്ട് പോകുന്നു. അതേ ദിശയിലേക്കാണ് ഷാഹിനയുടെ കഥകളെ ഞാൻ കാണുന്നത്. പിന്നെ മറ്റൊരു പ്രത്യേകത ഈ സ്പെക്കുലേറ്റീവ് ഫിക്ഷൻ എന്ന് പറയുന്നതാണ്. ഊഹയ്ക്ക് എഴുതുക. നമ്മൾ എന്തിനെക്കുറിച്ചാണ് ഊഹിക്കുന്നത്? ഭാവിയെക്കുറിച്ച് ഊഹിക്കുന്നു. ഈ ലോകത്ത് ഇല്ലാത്ത ആത്മാക്കളെ പറ്റി നമ്മൾ ഊഹിക്കുന്നു. സയൻസ് ഫിക്ഷൻ ഊഹ, സ്പെക്കുലേറ്റീവ് ഫിക്ഷനാണ്. ഈ ജീൻ എന്ന കഥ ഇതിൻ്റെ വലിയ ഒരു ഉദാഹരണമായിട്ട് കാണാം. ഇതിനോടൊപ്പം തന്നെ സമകാലിക ജീവിതത്തിനോടുള്ള സുബ്ര ടീച്ചർ പറഞ്ഞ പോലെ ഈ കെട്ടകാലത്തിനോടുള്ള പ്രതിക്രിയകളും ഈ കഥയിൽ ഒട്ടും പ്രകടനാത്മകമല്ലാത്ത രീതിയിൽ പുറത്തു വരുന്നുണ്ട്. പാൽത്തു ജാൻവർ തുടങ്ങിയ കഥകൾ വളരെ ഈ പേരിൽ അറിയപ്പെടുന്നതാണ്. അതിൻ്റെ പേര് തന്നെ വളർത്തുമികം, അതിൻ്റെ പേര് തന്നെ വളരെയധികം ഇമേജുകൾ നമ്മുടെ മനസ്സിലുണ്ടാക്കുന്നു. ഇതുപോലെ തന്നെ ഈ ജീനിയിൽ കഥ പറഞ്ഞു പോകുമ്പോൾ പെട്ടെന്നാണ് 1921 മലബാർ കലാപത്തിലെ കലാപകാരികളെ ചുട്ടുകൊന്ന ഹിച്ച്കോക്കിൻ്റെ സ്മാരകം നശിപ്പിക്കുന്നത്. ഇത് ഒരു നൂറ്റാണ്ടിൽ ഏറെ പഴക്കമുള്ള ചരിത്ര സംഭവമാണെങ്കിലും ഇന്ന് എഴുതപ്പെടുമ്പോൾ അതിന് പലതരത്തിലുള്ള മാനങ്ങളുണ്ട്. ഭാഷയിൽ ഇത് പുതിയ പുതിയ ഭാഷകൾ കൊണ്ടുവരുന്നു. ഒരു പോലീസ് കോൺസ്റ്റബിളിനെ ഷാഹിനെ വിളിക്കുന്ന അമ്മു പോലീസ് എന്നാണ്. ഇങ്ങനെ പലതരത്തിലുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിക്കാനുള്ള ആധുനിക ചെറുകഥാകൃത്തിൻ്റെ വാസന ഈ ചെറുകഥകളിൽ കൂടി കാണാവുന്നതാണ്. സമൂഹത്തിനോടുള്ള റെസ്പോൺസുകളായിട്ട്, അതിനോടുള്ള ഉത്തരങ്ങളായിട്ട് ഈ ചെറുകഥകളെ പലതും വായിക്കാം. അതിൽ ഉള്ളൊഴുക്കായി ഒഴുകുന്ന, അതും ആധുനിക ചെറുകഥയുടെ ഒരു മുഖമുദ്രയാണ് നർമ്മം. ഒരു കാര്യം സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല, എന്നാൽ എല്ലാം ഈ ലഘുത്വത്തിൽ അടങ്ങുന്ന വളരെ ഭാരിച്ച ഗുരുത്വം താങ്ങാനാകാത്തതാണ്. അതും ഈ കഥകളിൽ പ്രകടമാണ്. അവസാനമായി ഈ കഥകൾ ട്രാൻസ്ലേറ്റ് ചെയ്ത പ്രിയ കെ നായർ ഏതാണ്ട് ട്രാൻസ്ലേഷനെ പറ്റി വളരെ ഒട്ടും പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാത്ത ഒരു പഴയ നിർവചനമുണ്ട്. ട്രാൻസ്ലേഷൻ should be faithful. If the translation is faithful, then it won't be beautiful. If it is beautiful, it won't be faithful. ഒരു പുരുഷ സങ്കല്പമാണ് തർജ്ജമയെക്കുറിച്ച്. അത് മൂലകൃതിയോട് ഫെയ്ത്ത്ഫുൾ ആണെങ്കിൽ, അതിനോട് വിശ്വസ്തത പുലർത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭംഗി നഷ്ടപ്പെടും. വിശ്വസ്തത പുലർത്തുന്നില്ലെങ്കിൽ മാത്രമേ അതിന് ഭംഗി ഉണ്ടാകുള്ളൂ എന്നുള്ളതാണ്. ഈ രണ്ട് പുസ്തകങ്ങളും വായിച്ച ഒരാളെന്ന നിലയിൽ ഞാൻ പറയട്ടെ, പ്രിയയുടെ തർജ്ജമ ഈ അപ്രാപ്യമായ പുരുഷ സങ്കല്പം ബ്യൂട്ടിഫുള്ളും ഫെയ്ത്ത്ഫുള്ളും ഒരുമിച്ച് കൊണ്ട് നടക്കാൻ സാധിക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട്. ചില പ്രയോഗങ്ങൾ വളരെ മനോഹരമാണ്. എൻ്റെ മനസ്സിൽ നിന്ന് പോകാത്തൊരു പ്രയോഗം, ലൈറ്റ് ആൻഡ് ഷെയ്ഡ് മേറ്റഡ് അണ്ടർ ദി ഗോവ ട്രീ എന്ന് പ്രിയ ഒരിടത്ത് പറയുന്നുണ്ട്. ഇതെല്ലാം മൂലകൃതിയായിട്ട് താതാത്മ്യം പ്രാപിച്ചതിൻ്റെ ഒരു വിവർത്തകയുടെ ലക്ഷണങ്ങളാണ്. ഇത്രയും
പറഞ്ഞുകൊണ്ട് വലിയ പരിക്കില്ലാതെ ഞാൻ നന്ദി എന്ന് പറയുന്നു. നന്ദി, നമസ്കാരം. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു പുസ്തക പ്രകാശനത്തിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും ഷാഹിനേച്ചിൻ്റെ പുസ്തകം ആവുമ്പോൾ അത് നമ്മൾ കഥയെക്കുറിച്ചൊന്നും ഒട്ടും ബോധേടാവാത്തൊരു കാലത്ത് വായിച്ച് മാത്രം അറിയുന്ന ഒരു എഴുത്തുകാരൻ്റെ കയ്യിൽ നിന്ന് സ്വീകരിക്കാനും കൂടി പറ്റിയതിലുള്ള സന്തോഷം പറയാണ്. ഷാഹിനേച്ചിനെ എനിക്ക് വായിച്ചിട്ട് എന്നുള്ളതിനേക്കാൾ ഉപരി ഞങ്ങളുടെ കോമൺ ഫ്രണ്ടായിട്ടുള്ള അർജുൻ പറഞ്ഞിട്ടാണ് ഞാൻ എപ്പോഴും നിരന്തരമായിട്ട് ഷാഹിനേച്ചിയെക്കുറിച്ച് അറിഞ്ഞുകൊണ്ടിരുന്നത്. 2021 റൂഹാനി എന്ന കഥ വന്നപ്പോൾ ആ കഥ വായിച്ചിട്ട് സുഹൃത്തിന് മെസ്സേജ് അയച്ചത് ഹൈലി റിലേറ്റബിൾ എന്നുള്ള ഒരു വാക്കാണ്. അപ്പോൾ അങ്ങനെ അത്രയും റിലേറ്റബിൾ ആയിട്ടുള്ള നിരന്തരമായി കഥകളിലൂടെ വളരെ അനായാസം പറഞ്ഞു പോകുമ്പോഴും കഥകളിലൂടെ നിരന്തരം കലഹിക്കുകയും നിലപാടുകൾ വ്യക്തമാക്കുകയും ചെയ്യുന്ന ഒരാളുടെ അങ്ങനെ ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. അപ്പം റുഹാനി എന്ന് പറയുന്ന കഥയാണ് എനിക്ക് എപ്പോഴും മനസ്സിൽ വരുന്നൊരു കഥ. അതിലെ ആത്തിലയും പൂക്കും ആ കഥാപാത്രങ്ങളൊക്കെ എന്ത് രസമാണ്. മാഡ് വുമൺ ഇൻ ദ ആറ്റിക് എന്ന് കേട്ടിട്ടില്ലേ? ആ അട്ട ഞങ്ങളുടെ തറവാട്ടിലാണ് എന്ന് പറയുന്ന ഗൈനക്കോളജി വാർഡിലെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ നിരന്ന് കിടക്കുന്ന കാണുമ്പോൾ ആ കുഞ്ഞുങ്ങളെ അപ്പോൾ മെൻസ്ട്രൽ കുപ്പ എന്ന ടൈറ്റിൽ തിരഞ്ഞെടുത്തത് തന്നെ എനിക്ക് തോന്നുന്നു അത് വിവർത്തക നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവർ കുറച്ചും കൂടെ വിശദമായിട്ട് ഇതിനെപ്പറ്റി പറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഔചിത്യത്തെ പറ്റിയോ അതിൻ്റെ ഭംഗിയെ പറ്റിയോ ഒന്നും വൃഥ വാഗ് വ്യവഹാരം നടത്തുന്നില്ല. പറയാൻ വന്നത് ഇതാണ്: ഈ ഭാഷയിൽ നിന്ന്, നമ്മുടെ പ്രാദേശിക ഭാഷയിൽ നിന്ന്, ആ പ്രാദേശിക മലയാള ഭാഷയിലെ തന്നെ പ്രാദേശികതയുടെ ഒരു പൊരുൾ, മലബാർ ഭാഷ, മലബാറിന് പരിചിതമായ ബിംബങ്ങൾ, മലബാറിന് പരിചിതമായ തരം ഭക്ഷണം, മലബാറിന്റെ പരിചിതമായ മണങ്ങൾ, ഇതിൽ നിന്നൊക്കെ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു കഥാലോകം. ആ കഥാലോകത്തിനെ ഇംഗ്ലീഷ് എന്ന ഭാഷയിലേക്ക് മാറ്റുന്ന സമയത്ത് ഇംഗ്ലീഷ് ഭാഷയെ മെരുക്കേണ്ട ഒരു ദൗത്യം അത് വിവർത്തകയ്ക്ക് വന്നു ചേരുന്നുണ്ട്. അവർ രണ്ടുപേരും തമ്മിലുള്ള സൗഹൃദത്തിന്റെ, കൈമാറ്റങ്ങളുടെ ഒക്കെ ഒരു ചെറിയ ചരിത്രം കൂടെ ഈ പുസ്തകത്തിന്റെ പ്രകാശന വേളയിൽ നമ്മൾ ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്. അവര് തന്നെ അതിനെപ്പറ്റി പറയുന്ന സമയത്ത് സംസാരിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ എനിക്കറിയാം ഇത്തിരിയൊക്കെ രണ്ടുപേരും എൻ്റെ സുഹൃത്തുക്കളായതുകൊണ്ട് തന്നെ അവർ തമ്മിൽ നടന്നിട്ടുള്ള ആശയവിനിമയങ്ങളെ പറ്റി ഇത്തിരിയൊക്കെ എനിക്കറിയാം. എത്ര സൂക്ഷ്മമായിട്ടാണ് പ്രിയ ഇത് വായിച്ചിട്ടുള്ളതെന്നും അത്ര തന്നെ സൂക്ഷ്മമായിട്ട് പ്രിയയുടെ വായനകളെ തിരുത്താനും അതിനെ ചെറുക്കാനും അതിനെ മാറ്റി എഴുതാൻ പ്രേരിപ്പിക്കാനും ഒക്കെ ഷാഹിനിയും തുനിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ അറിയുമ്പോഴാണ്. ഉണ്ട്, ചില വിവർത്തകർക്ക് അങ്ങനെയുണ്ട്. ചില വിവർത്തകരും ചില എഴുത്തുകാരും തമ്മിലുള്ള ബന്ധം പലപ്പോഴും തർക്കങ്ങളുടെയും വാദങ്ങളുടെയും പ്രതിവാദങ്ങളുടെയും ഒക്കെ മനോഹരമായ ഒരു ചരിത്രമായി അവസാനിക്കാറുണ്ട്. നിങ്ങൾക്കറിയാം, മിലൻ കുന്ദേരയുടെ ഒക്കെ പുസ്തകം അത് ഇംഗ്ലീഷിലേക്ക് മാറുന്നതിന് മുൻപ് 7 പ്രാവശ്യം അയാൾ മാറ്റി എഴുതിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. 7 പ്രാവശ്യം മാറ്റി എഴുതിച്ചതുകൊണ്ട് വിവർത്തനം ചെയ്തയാൾക്കോ എഴുതിയ ആൾക്കോ തമ്മിൽ സ്വരച്ചേർച്ചയില്ലായ്മയൊന്നുമില്ല. പക്ഷെ തൻ്റെ പുസ്തകം ഇങ്ങനെ വേണം, ഇംഗ്ലീഷിൽ വരുമ്പോൾ അത് ഇങ്ങനെ വേണം എന്നുള്ള കൃത്യമായ ഒരു വിഷൻ അത് എഴുതുന്നയാൾക്ക് ഉണ്ടാവും. ചിലർക്കത് ഉണ്ടാവണമെന്നില്ല. ഗബ്രിയൽ ഗാർസിയ മാർക്കേസ് പറഞ്ഞേക്കുന്നത് 100 Years of Solitude എന്ന ഇംഗ്ലീഷ് പുസ്തകം ഞാൻ എഴുതിയ ഒറിജിനലിനേക്കാൾ ഭയങ്കര ഭംഗിയുള്ളതാണെന്നാണ്. അത് ഇത്ര പ്രശസ്തമാവാൻ കാരണം അത് ഇംഗ്ലീഷിൽ അങ്ങനെ എഴുതിയത് കൊണ്ടാണെന്നാണ് മാർക്കേസ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ വിവർത്തനത്തിൽ അയാൾ ഇടപെട്ടിട്ടില്ല. ചിലർ ഇടപെടാറില്ല, ചിലർ ഇടപെടും. ഇത് ഇടപെടുന്ന എഴുത്തുകാരിയാണ്. ഇടപെട്ടതുകൊണ്ട് ബുദ്ധിമുട്ടില്ലാത്ത വിവർത്തകയാണ്. ഇവരുടെ രണ്ടുപേരുടെയും സർഗസബരിയുടെ അവരുടെ ഒത്തു പോകലിന്റെ, വഴക്കുകളുടെയും തർക്കങ്ങളുടെയും മാറ്റി എഴുതലുകളുടെയും ഒക്കെ ഒരു ചെറിയ ചരിത്രം ഈ പുസ്തകത്തിന്റെ പുറകിലുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ കഥകൾ ഒരുമിച്ച് സമാഹരിക്കപ്പെട്ടത് ആദ്യമായിട്ടാണ്. ആ അർത്ഥത്തിൽ ഇതൊരു വിവർത്തനമല്ല, ഒരു പുസ്തകത്തിന്റെ, മലയാളത്തിൽ വന്ന ഒരു പുസ്തകത്തിന്റെ വിവർത്തനമല്ല. മലയാളത്തിൽ പലയിടങ്ങളിലായിട്ട് വന്നിട്ടുള്ള പല കഥകളുടെ ഒരു പുതിയ സമാഹാരം തന്നെയാണിത്. ആ അർത്ഥത്തിൽ ഇതിനൊരു പുതുമയുണ്ട്. ഒരു വിവർത്തന പുസ്തകത്തിന് സാധാരണഗതിയിൽ അവകാശപ്പെടാനാവാത്ത ഒരു പുതുമ മെൻസ്ട്രൽ കുപ്പ എന്ന് പറയുന്ന ഈ പുസ്തകത്തിന് ഉണ്ട്. മലയാളത്തിൽ തീണ്ടാരി വണ്ടി എന്ന ഒരു പ്രയോഗം മെൻസ്ട്രൽ കുപ്പ എന്ന് മാറ്റുന്ന സമയത്ത് വരുന്ന ട്രാൻസ്ലേറ്ററിന്റെ ഒരു പ്രശ്നമുണ്ട്. തീണ്ടാരി എന്ന വാക്കിന് ഓഫ് കോഴ്സ് അതിന് മെൻസ്ട്രൽ എന്ന വിശേഷണ പദവുമായിട്ട് ബന്ധമുണ്ടെങ്കിലും അതിൻ്റെ തന്മ, അത് സൂചിപ്പിക്കുന്ന തരം ടാബൂസ്, നിഷിദ്ധ
തലങ്ങൾ ഒന്നും ഇംഗ്ലീഷിൽ അങ്ങനെ വന്നു ചേരണമെന്നില്ല. കാരണം ഇംഗ്ലീഷിൽ ഈ വാക്കുകൾ അല്ലെങ്കിൽ നമ്മൾ ടാബുവായിട്ട് ഒരു പ്രാദേശിക സമൂഹം നിഷിദ്ധം എന്ന് കരുതുന്നത് ഒരു ആഗോള സമൂഹത്തിന് നിഷിദ്ധമായിക്കൊള്ളണമെന്നില്ല. ഒരു പ്രാദേശിക സമൂഹം രാഷ്ട്രീയപരമായി എക്സ്പ്ലോസീവ് എന്ന് കരുതുന്ന വിഷയങ്ങൾ ഒരു ആഗോള തലത്തിലുള്ള വായനാ സമൂഹത്തിന് അത്ര ടാബുവായിട്ട് തോന്നണം എന്നില്ല. ഈ വിവർത്തനത്തിൽ ഫുട് നോട്ട്സ് വളരെ കുറവാണ്. പലയിടങ്ങളിലും ഫുട് നോട്ട്സ് ഇല്ല എന്നല്ല, ഫുട് നോട്ടുകൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ പലയിടങ്ങളിലും ഫുട് നോട്ടുകൾ വളരെ കുറവാണ്. അത് ആ വിവർത്തനത്തിന്റെ വിജയമാണ്. കാരണം കൂടുതൽ ഫുട് നോട്ടുകൾ ഇട്ട് മലയാളത്തിന്റെ വായനയുടെ ഒരു ഒഴുക്ക്, വായനയുടെ ഒരു സുഖം, അത് ഷാഹിനയുടെ കഥകളുടെ വലിയ പ്രത്യേകതയാണ്. അതില്ലാണ്ട് പോയാൽ, ഇപ്പം ഈ ആഷർ ബഷീറിന്റെ കഥകൾ വിവർത്തനം ചെയ്തതുപോലെ ആയാൽ അത് കഥകളെ ഇംഗ്ലീഷിലേക്ക് എത്തിച്ചു എന്നേ പറയാൻ പറ്റുള്ളൂ. കഥയെ വിവർത്തനം ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. ആഷറിന്റെ എൻ്റെ ഉപ്പാപ്പാക്കൊരാനുണ്ടായിരുന്നു എന്ന കഥ, ബഷീറിന്റെ കഥ, അത് ഇംഗ്ലീഷിലേക്ക് പോകുമ്പോൾ അത് ഇംഗ്ലീഷിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിന് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അദ്ദേഹം അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. പക്ഷെ ബഷീറിന്റെ കഥ വായിക്കുന്ന പോലെയല്ല അത് ഇംഗ്ലീഷിൽ ആ കഥ വായിക്കുമ്പോൾ ഉള്ളത്. ഇംഗ്ലീഷിൽ വായിച്ചിട്ട് ഒരാളോട് ഇതൊരു മികച്ച കഥയാണ് എന്ന് ഒരു ഇംഗ്ലീഷ് വായനക്കാരനും പറയില്ല. പലപ്പോഴും മലയാളത്തിൽ നിന്ന് വിവർത്തനം ചെയ്തു പോകുന്ന VK-ന്റെ കഥകളായാൽ, ബഷീറിന്റെ കഥകളായാൽ, പൊട്ടെ OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം OV വിജയൻ തന്നെ ഇംഗ്ലീഷിലേക്ക് മാറ്റിയത് വായിച്ചാലും നമുക്ക് തോന്നും ഇതിനെന്തോ എവിടെയോ സംതിങ് ഇസ് റോട്ടൺ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെൻമാർക്ക് എന്ന് പറഞ്ഞ പോലെ ഇവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ട് എന്ന് നമുക്ക് അതിന്റെ വിവർത്തനം വായിക്കുമ്പോൾ പലപ്പോഴും തോന്നാറുണ്ട്. ഇത് മറികടക്കാൻ വേണ്ടി ആൾക്കാർ ചെയ്യുന്ന ഒരു എളുപ്പ പണിയാണ് ഫുട് നോട്ടുകൾ ഇടുക. എനിക്കിത് വിവർത്തനം ചെയ്ത് മോശമാക്കാൻ വയ്യ, എനിക്കിത് വിവർത്തനം ചെയ്യുന്നതിനുള്ള പരിമിതി, ഇതിന്റെ പ്രാദേശികമായിട്ടുള്ള അർത്ഥഭംഗികൾ, ധ്വനികൾ ഇത് മുഴുവനായിട്ട് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിന് ഫുട് നോട്ട് ഇട്ട് ഇതിന്റെ ആ തടസ്സം മറികടക്കുന്നു എന്ന് വേണമെങ്കിൽ വിവർത്തകർക്ക് പറയാം. പക്ഷെ അത് ചെയ്യാതെ ഷാഹിന റഫീഖിന്റെ എഴുത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായ വായനയുടെ ആ ഒഴുക്ക്, സുഗമമായ വായന എന്ന ഒരു അതായ ഒന്നോ രണ്ടോ കഥകളിൽ മാത്രമേ വലിയ വായന ടെക്നിക്ക് കൊണ്ട്, സങ്കേതങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ, സങ്കേതങ്ങൾ കൊണ്ടുള്ള ചെറിയ സാഹിത്യ ഗിമ്മിക്കുകളൊക്കെ ഒന്നോ രണ്ട് കഥകളിൽ ഷാഹിന കാണിച്ചിട്ടുണ്ട്. ആ കഥകൾ ഇതിലില്ല. പക്ഷെ അതൊരു എഴുത്തിന് ഇപ്പോൾ ഒരു തരത്തിലല്ലോ എഴുതുക, പലതരത്തിൽ എഴുത്തുകാര് അവരുടെ എഴുത്തുകൾ മുൻപോട്ട് കൊണ്ടുവരാറുണ്ട്. ഷാഹിന പലതരത്തിലും എഴുതിയിട്ടുണ്ട്. പക്ഷെ എല്ലാ കഥകളുടെയും ഒരു 98% കഥകളുടെയും പ്രത്യേകത ആ സുഗമമായ വായനയാണ്. ആ വായന ഇംഗ്ലീഷിലും സാധ്യമാണ്. അതൊരു വലിയ സന്തോഷമാണ്. ഈ പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം ഈ പുസ്തക പരിചയം നടത്തുന്നു എന്ന് പറയുമ്പോൾ ഈ പുസ്തകത്തിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിൽ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷം എൻ്റെ 2 സുഹൃത്തുക്കളും കൂടി, ഒരാൾ മലയാളത്തിൽ ചെയ്തു വെച്ചത് അടുത്തയാൾ ഇംഗ്ലീഷിലേക്ക് അത്ര തന്നെ ഭംഗിയായി അതിൻ്റെ ലാളിത്യത്തെ, സൂക്ഷ്മമായ ലാളിത്യം എന്ന് പറയുന്നത്, ലളിതം എന്ന വാക്കിന് സാഹിത്യത്തിൽ വലിയ വിലയുണ്ട്. വിക്രം സേത്ത് എന്ന സാഹിത്യകാരൻ എഴുതുന്ന ഇംഗ്ലീഷ് സൽമാൻ റുഷ്ദിയുടെ ഇംഗ്ലീഷ് പോലെയല്ല. ഉപമന്യു ചാറ്റർജിയുടെ ഇംഗ്ലീഷ്, നമ്മൾ ഒരുപാട് ഇംഗ്ലീഷ് അറിയുന്ന ഒരാളെ എഴുതിയ ഇംഗ്ലീഷ് പോലെ തോന്നില്ല. പക്ഷെ നിങ്ങൾക്കറിയാം വിക്രം സേത്ത് എന്നുള്ള എഴുത്തുകാരൻ എത്രയധികം ജോണേഴ്സ് ആണ്, എത്രയധികം സാഹിത്യ വകുപ്പുകളാണ് അയാൾ അമ്മാനമാടിക്കൊണ്ടിരിക്കുന്നത്, ജഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയാൾക്ക് അത്രയധികം ആ ഭാഷയുടെ മുകളിൽ സ്വാധീനമുണ്ട്. അയാളുടെ ലാളിത്യം എന്ന് പറയുന്നത് അയാളുടെ പാണ്ഡിത്യത്തിന്റെ ആഴത്തിന്റെ ഫലമാണ്. Simplicity is not always a product of, thinking less or thinking simply. Thinking a lot, thinking more than the usual level of thought can basically end up in giving you simple things. The greatest of thinkers have come up with very simple things. Jesus, Socrates, Confucius, Buddha. They have not tried to confuse you with language. Their language has been very simple. So sometimes simplicity is the product of
ഒരുപാട് ആഴത്തിൽ ചിന്തിക്കുമ്പോൾ, ഒരുപാട് ആഴത്തിൽ ഒരു വിഷയം, ഒരു കഥാതന്തു, ഒരു കഥാകൃത്തിനെ സ്പർശിക്കുമ്പോൾ അതിന് വേണ്ട ഭാഷയെ പറ്റി അവർ ഒരുപാട് ആലോചിച്ച് അതിൻ്റെ ഫലത്തിലേക്ക് എത്തുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ഒരു സൂക്ഷ്മമായ ലാളിത്യമുണ്ട്. ആ ലാളിത്യമാണ് ഷാഹിനയുടെ കഥകളുടെ പ്രധാനപ്പെട്ട മുദ്ര. ആ മുദ്ര വലിയ കോട്ടങ്ങൾ സംഭവിക്കാതെ ഇംഗ്ലീഷിലേക്ക് എത്തിക്കാൻ വിവർത്തകയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പം ഈ ഒരു സന്തോഷം, കഥകളുടെ ഈ ബാഹുല്യം, അവയുടെ സൂക്ഷ്മമായിട്ടുള്ള സൗന്ദര്യം, ഇതിൻ്റെ ഈ ലോകത്തേക്ക്, ഇംഗ്ലീഷിലേക്ക് സംക്രമിക്കപ്പെട്ട ഈ ഗുണങ്ങളുടെ ലോകത്തേക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ സൗഹൃദത്തിൻ്റെ ഊഷ്മളതയോടുകൂടി നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഈ പുസ്തകം ഇങ്ങനെ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ട്, ഇങ്ങനെ ഈ പുസ്തകത്തിനെ പറ്റിയുള്ള എൻ്റെ ചിന്തകളെ, ഈ പുസ്തകത്തെ പറ്റിയിട്ടുള്ള എൻ്റെ ഓർമ്മകളെ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. Good evening. I'm afraid that I am going to talk to you in line with already they have talked. In my narrow way only I am talking to you, and what I am going to speak, I have scribbled to save our time. Shahina is a liberated woman, not an activist, a silent person, always nurturing. She doesn't want to be one among a million women who live a routine and mundane life and be satisfied. She liberates herself by writing and reading. She's a much sought after person in the literary circles and in the literature festivals. She has created a room with a view and a room of her own. I appreciate and congratulate for her courage to talk about the taboos and break free our women from the shackles. It is not because she has suffered much such a case, but because to improve the predicament of her fellow women in the society. The only way to break a taboo is to talk about it. And the menstrual coupe is actually very good way of starting that discussion. It shouldn't be an act of feminism to know how their body works. We have witnessed how menstrual shame silences and represses and leads to the spread of harmful misinformation and mismanagement of pain. Why can't we talk about periods? Patriarchal society has invested in oppressing women at different points in their lives. Different things are used. Menstruation is one. It has been around since pretty much the beginning of time. Many cultures created many myths about it. And then religion came along. Purity myths only made that worse. Purity myth. Shahina writes about such a myth. The clothes used during the period has to be washed thoroughly. Snakes like the smell of menstrual blood, and they would seek out the blood-stained cloth. And the snake would then wind itself around the girl. She tells us snakes slithered in her dreams. പാമ്പിന് ആ ചോരയുടെ മണം നല്ല ഇഷ്ടമത്രേ. തീണ്ടാരി തുണിയുടെ മണം പിടിച്ച് പാമ്പ് വരും സ്വപ്നങ്ങളിൽ പാമ്പുകൾ. More than half the population believes that the very biological machinery is somehow dirty and toxic. That is the case. Only knowledge and understanding can break the curse. It shouldn't be an act of feminism to ask for help
when women are suffering. The era of menstrual taboos is over. The menstrual coupe is a collection of stories refraining from didactic and braving to talk about the predicament fictionally. We have great joy for having legendary short story writer Sri N.S. Madhavan and for translating the stories into Malayalam, Priya K. Nayar. Once again, congratulations to Shahina. Thank you very much. Everyone, respected dignitaries on and off the dais. Today is a very happy day to be among friends, to talk about books, to talk about writing. What could make one happier? I am a very politically incorrect translator because I do not bring in my gender politics when I translate. And many people have asked me, ഞാൻ T.D. രാമകൃഷ്ണൻ സാറിൻ്റെ 4 പുസ്തകങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ഇത് സ്ത്രീപക്ഷ രചനകളല്ലല്ലോ, പിന്നെ ടീച്ചർ എന്തിനാണ് ഇത്തരം പുസ്തകങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തെന്നൊക്കെ ചോദിക്കാറുണ്ട്. I am in love with language. ഭാഷയോടാണ് സ്നേഹം. ആ ഒരു കഥ ഒരു ഭാഷയിൽ എഴുതുമ്പം വലിയ പരിക്കുകളൊന്നും കൂടാതെ അതിനെ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യുക എന്നുള്ള ദൗത്യമാണ് ഞാൻ ഏറ്റെടുക്കാറുള്ളത്. ഇൻവിസിബിലിറ്റി ഓഫ് ദ ട്രാൻസ്ലേറ്റർ ആണ് സക്സസ് ഓഫ് എ ട്രാൻസ്ലേറ്റർ എന്ന് വിശ്വസിക്കുന്ന ഒരു പരിഭാഷക കൂടിയാണ് ഞാൻ. വായിക്കുമ്പം ഞാൻ ഒരിക്കലും എനിക്ക് വർഷങ്ങളോളം എനിക്ക് അറിയില്ലായിരുന്നു. when I started reading Marquez when college, I did not realize that he was translated. For a long time, I thought Pamuk was writing his own works. പിന്നെ I think The Red-Haired Woman എന്നൊരു ബുക്ക് വന്നപ്പോഴാണ് പാമുക്കിനെ എടുത്ത് വായിച്ചു നോക്കുമ്പം ഫസ്റ്റ് പേജ് കഴിഞ്ഞ് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് പാമുക്ക് അല്ലേ എന്ന് പറഞ്ഞ് നോക്കുമ്പോഴാണ് ട്രാൻസ്ലേറ്റർ മാറി എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ആ 4 പുസ്തകങ്ങൾ ചെയ്ത മൗറീൻ ഫ്രീലി അല്ലായിരുന്നു, വേറൊരു ടർക്കിഷ് റൈറ്ററാണ് പാമുക്കിനെ ട്രാൻസ്ലേറ്റ്. അന്ന് മനസ്സിലായതാണ് ഒരു ട്രാൻസ്ലേറ്റർക്ക് കമ്മ്യൂണിക്കേഷനിലുള്ള the importance that a translator has in making a book readable. Academic translator കൂടി അല്ല. I'm a teacher, but I'm not an academic translator. കൃത്യമായി ഈ കോമ ഇവിടെ വേണം, സെമി കോളൻ ഇവിടെ വേണം, അല്ലെങ്കിൽ എവറിത്തിങ് ഇസ് ലോസ്റ്റ് ഇൻ ട്രാൻസ്ലേഷൻ എന്ന് വിശ്വസിക്കുന്ന ഒരു പരിഭാഷകയും അല്ല ഞാൻ. പരിക്കുകളില്ലാതെ ഈ മലയാളത്തിൽ വായിക്കുന്ന ആ ഒരു സുഖം അല്ലെങ്കിൽ ആ ഒരു ഫ്ലൂയിഡിറ്റി അതേ രീതിയിൽ മറ്റ് ഭാഷകളിൽ വായിക്കുന്നവർക്കും തോന്നണം എന്നുള്ളൊരു ആഗ്രഹത്തോടെ മാത്രം വിവർത്തനം ചെയ്യുന്നൊരു പരിഭാഷകയാണ് ഞാൻ. വെൻ ഐ കം ടു ഷാഹിനാസ് വർക്ക്, ഈ ചെയ്തത് മുഴുവൻ T.D. രാമകൃഷ്ണ വർക്ക്സും പിന്നെ ഒരു ഫോറൻസിക് സർജൻ്റെ ആത്മകഥ, അത് ഹാപ്പർ പബ്ലിഷ് ചെയ്തതാണ്. വെരി മെയിൽ സെൻട്രിക് വർക്ക്സ് ആയിരുന്നു. And these are the works that I was familiar with, you know, how a man looks at a woman, how a man portrays a woman. വളരെ എളുപ്പത്തിൽ അത് ചെയ്യാൻ പറ്റിയതാണ്. പക്ഷെ when I came to ഷാഹിന, കാരണം ആസ് എ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ വളരെ ഡീപ്പായിട്ട് വായിക്കുന്നത്. ഞാൻ തിയറിറ്റിക്കലായിട്ട് പഠിച്ച പല കാര്യങ്ങളും ഷാഹിനയുടെ എഴുത്തിൽ എനിക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. The infection in the sentence, the mad woman in the attic, the women's language, the inclusivity, the fluidity, the liquid glittering prose I was able to see in her writing. And it was a Herculean task. Now what do I do? How do I convey this in another language? Like, it was very difficult. So let me begin from the beginning. ഞാൻ T.D. രാമകൃഷ്ണൻ്റെ ഫ്രാൻസിസ് ഇട്ടിക്കോര ആദ്യം ട്രാൻസ്ലേറ്റ് ചെയ്തപ്പം I cannot forget Mr. N.S. Madhavan, who sat with me for hours discussing the nuances of translation. I think I got the first lessons of translation from him. And then we went on up till Mama Africa and Pacha Manya Chuvappa. ഒരു വലിയ ക്യാൻവസിലാണ് TDR എഴുതുന്നത്. ഇപ്പം ഞാൻ എപ്പോഴും TDRനോട് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളുടെ കഥാപാത്രങ്ങൾ കേരളത്തിലേക്ക് വരുമ്പോഴാണ് എൻ്റെ ബുദ്ധിമുട്ടുകൾ ആരംഭിക്കുന്നത്. പിന്നെ വളരെ ഇൻഡിജിനസ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ആയിരിക്കും, റൂട്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയണത്. ഷാഹിനയുടെ പുസ്തകത്തിൽ എത്തിയപ്പം everything is indigenous, everything is rooted, everything is about Kerala and the love and life and desires of people in Kerala. So that is not an easy task. ഏറ്റവും ബുദ്ധിമുട്ട് സത്യം പറഞ്ഞാൽ തമാശകൾ ട്രാൻസ്ലേറ്റ് ചെയ്യാണ്. ഐ സ്റ്റിൽ റിമെമ്പർ, ഷാഹിനയ്ക്ക് എളുപ്പത്തിൽ എഴുതി വെക്കാം, ഞാൻ മുടി മുറിച്ച് വീട്ടിൽ ചെന്നപ്പോൾ നിന്നെ കാണാൻ ഇപ്പോൾ ഒരു ഭാഗവതരുടെ മാതിരി ഉണ്ടെന്ന് പറഞ്ഞു. ഐ ബേസ്റ്റ് ഔട്ട് ലാഫിംഗ് വെൻ ഐ റെഡ് ദാറ്റ്, ബട്ട് ദെൻ ഐ കോൾഡ് ഹർ ആൻഡ് സെഡ്, ഹൗ ഡു ഐ റീറ്റെയിൻ ദിസ് വിതൗട്ട് ലൂസിങ് ഇറ്റ്സ്
beauty, without losing the aesthetic element of it, and without losing the fun element of it. അരുൺ പറഞ്ഞതുപോലെ തീണ്ടാരി എന്നുള്ളൊരു കോൺസെപ്റ്റിൽ വരുന്ന ആ ടെബു ഡെഫിനറ്റ്ലി മെനിസ്ട്രൽ എന്നൊരു വളരെ പ്രൊസൈക്ക് ആയിട്ടുള്ള വാക്കിൽ വരില്ല. But then you become very culture conscious as well, because this is quite evidently something which is very Indian, the idea of taboo, the idea of മാറ്റി നിർത്തുന്ന ഇങ്ങനത്തെയൊക്കെ ചില കാര്യങ്ങൾ വളരെ കൾച്ചറൽ സ്പെസിഫിക് ആണ്. വേറൊന്ന് ഇത് പാൽത്തു ജാൻവർ പോലെയുള്ള വളരെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കഥകളിൽ ഭാര്യ ഭർത്താവിനെ വിളിക്കുന്നത് വരുണേട്ട എന്നാണ്. ഷാഹിനയ്ക്ക് എളുപ്പമാണ് ഏട്ട എന്ന് എഴുതി വെച്ചാൽ മതി. വാട്ട് ഡു ഐ ഡു? I cannot say brother. I cannot write eta. Because eta എന്നൊക്കെ എഴുതുമ്പോൾ പിന്നെയും again to go back to footnotes. ഹരീഷ് ത്രിവേദി ഒക്കെ പറയും footnotes, he would call it falling at the feet notes, because you're trying to explain to an international audience, look, this is what we are, come please read me. Nobody who writes in English ever resorts to footnotes, because we are expected to understand what they say. അപ്പോൾ വരുണേട്ട എന്നുള്ളത് നമുക്ക് എഴുതി വെച്ചാലും ചിലപ്പം അത് റെസണേറ്റ് ചെയ്യണമെന്നില്ല. എന്നാൽ എന്തുകൊണ്ട് ഈ ഏട്ട എന്നുള്ള വാക്കങ്ങ് മാറ്റിക്കൂടെ? പക്ഷേ ഭർത്താവിനെ പേര് വിളിക്കുന്ന ഭാര്യയുടെ ഏജൻസി അല്ല ഏട്ട എന്ന് വിളിക്കുന്ന ഒരു ഭാര്യയ്ക്കുള്ളത്. ഇതൊരു വാക്കിൽ ചിലപ്പോൾ മലയാളത്തിൽ കൺവേ ചെയ്യാൻ പറ്റും, ബട്ട് ഇറ്റ് ബിക്കംസ് an arduous task for a translator. Pinne you build it into the text, you add a little there, what is subtracted from somewhere, something you push something else into it. Ingane oru complex creative collaborative work ആയിരുന്നു The Menstrual Coupe and the other stories. It was a lot of fun also. And I think we met only after the work was translated, but we had frequent conversations. Different നല്ല രസമാണ്. നമ്മൾ തർജ്ജമയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് പല എഴുത്തുകാരും പല രീതിയിലാണ് അവരുടെ പുസ്തകങ്ങൾ കാണാറുള്ളത്. ചിലപ്പം ഒരു കോമ പോലും വിട്ടുപോയാൽ നമ്മളെ വിളിച്ച് ചോദിക്കുന്ന റൈറ്റേഴ്സ് ഉണ്ട്, യു ലെഫ്റ്റ് ദാറ്റ് ഔട്ട്, ദാറ്റ് കോമ വാസ് സോ ഡൺ ഇമ്പോർട്ടൻറ്റ് എന്ന് പറയും. മറ്റേ ചിലർ പ്രിയ ചെയ്തോളൂ, കുഴപ്പമില്ല, യു ടേക്ക് എ ഡിസിഷൻ എന്ന് പറയും. This was more of a collaboration, and there were times when we would burst out laughing, because this was a woman's world, I would say. റൂം ഓഫ് വൺസ് ഓൺ പോയിട്ട് സ്വന്തമായിട്ട് ഇരുന്ന് ടൈപ്പ് ചെയ്യാൻ ഒരു ടേബിൾ വരില്ലാത്ത ട്രാൻസ്ലേറ്ററാണ് ഞാൻ. അപ്പം ഐ റിയലി അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇറ്റ് ഈസ് ഫോർ എ വുമൻ ടു നീഡ് എ റൂം വിത്ത് എ വ്യൂ, എ വുമൻ ടു റീഡ് ബുക്സ് ഓഫ് ഹർ ഓൺ. ഇതൊക്കെ വാട്ട് ഗോസ് ഇൻസൈഡ് മൈ മൈൻഡ്, ഐ ഫൗണ്ട് ഇറ്റ് റെസൊനേറ്റിംഗ് ഇൻ ഹർ ബുക്സ്. സോ ഇറ്റ് വാസ് an absolute delight to work with her, and I hope this is the beginning of an ongoing partnership, and I hope the book does well, and I hope lot more people who haven't read the Malayalam or can't read the Malayalam version do read the English one and enjoy it as much as you have. Thank you very much. പ്രിയപ്പെട്ടവരെ, ശരിക്കും പ്രിയപ്പെട്ടവരെ എന്ന് വിളിക്കുക. ഇവിടെ ഇരിക്കുന്ന എല്ലാ മുഖങ്ങളും എനിക്ക് പരിചയമുള്ള എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ തന്നെയാണ്. ഞാൻ പേഴ്സണലി വിളിച്ച വ്യക്തികളാണ്. അപ്പം എല്ലാവരെയും ഇങ്ങനെ കാണുമ്പോൾ ഒരു സന്തോഷം. രാവിലത്തെ മഴയൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു മിക്കവാറും ആരും വരുന്നുണ്ടാവില്ല. ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു എൻ്റെ പുസ്തകമായി പോയി, അല്ലെങ്കിൽ ഞാൻ തന്നെ പോവില്ലായിരുന്നു, അങ്ങനത്തെ മഴയായിരുന്നു. അപ്പം എല്ലാവരും വന്നതിൽ ഒരുപാട് സന്തോഷം. എന്നിങ്ങനെ ഈ പരിപാടിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, അദ്ദേഹത്തിന് വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ഈ പരിപാടിക്ക് വരുമായിരുന്നെങ്കിൽ ഞാൻ അവിടെ കയറിയിട്ട് പറയാൻ പോകുന്ന ഒരു കാര്യം അതാണ് മാധവൻ സാറും പറഞ്ഞത്. പുസ്തക പ്രകാശനം എന്നൊരു കഥ എഴുതിയ ആൾ, അതിൽ ഇതിനെ ഇത്രയും സറ്റയറിക്കലായിട്ട് പറഞ്ഞൊരാൾ സ്വന്തം പുസ്തകം വരുമ്പം ഇതേ പരിപാടികളിലൂടെ കടന്നു പോകുന്നു എന്ന് ഞാൻ പറയുമായിരുന്നു. സത്യം പറഞ്ഞാൽ എന്നെപ്പറ്റി ഇത്രയും നല്ല വാക്കുകൾ അടുത്ത കാലത്തൊന്നും ഞാൻ കേട്ടതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അത് ഇത്രയും പേര് ഇരുന്നിട്ട് പറയുന്നത്. അതുകൊണ്ട് കഥയിൽ എഴുതിയ കാര്യമൊക്കെ അന്ന് ആത്മാർത്ഥമായിട്ട് തോന്നി എഴുതിയതാണെങ്കിലും നമ്മളെക്കുറിച്ച് ഇത്രയും നല്ല വാക്കുകൾ എല്ലാവരും വൺ ആഫ്റ്റർ ദ അതർ പറയുന്ന കേൾക്കുമ്പോൾ ഒരു സുഖവും സന്തോഷവും ഇല്ലാണ്ടേയില്ല. സുരത്തെ പറഞ്ഞ പോലെ സാധാരണ ഞാനും ഇങ്ങനെ ഇരിക്കുമ്പോൾ ഓഡിയൻസിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പാവം എല്ലാവരും വേഗം വീട്ടിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് നിർത്തല. ഇന്ന് കുറച്ച് സമയം എടുത്തിട്ട് പറയാമെന്ന് വിചാരിക്കുന്നു. ഞാൻ വളരെ അരുൺ പറഞ്ഞ പോലെ വളരെ മടിപിടിച്ച് വളരെ കുറച്ച് എഴുതുന്ന ആളാണ്. ഇപ്പം എൻ്റെ പുസ്തകം വരുന്ന 4 കൊല്ലമൊക്കെ കൂടുമ്പോഴാണ് ഒരു പുസ്തകം വരാറ്. അപ്പോൾ പാൽത്തു ജാൻവർ ഇറങ്ങുന്ന സമയത്ത്, പുസ്തകം ഇറങ്ങുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ടാണ് ലോക്ക്ഡൗൺ വരുന്നത്. അപ്പോൾ ആ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിന് മാധവൻ സാറ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അത്
എന്തിനേക്കാളും വലിയൊരു സന്തോഷമായിട്ടാണ് തോന്നിയത്. പക്ഷെ അന്ന് കോവിഡൊക്കെ കാരണം ലോക്ക്ഡൗൺ ഒക്കെ വന്നു. അപ്പോൾ അത് ഓൺലൈനായിട്ടാണ് അന്ന് നടത്തിയത്. അന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ച എൻ്റെ ഒരു സ്വഭാവം വെച്ച് ഇനിയൊരു പുസ്തകം വരണമെങ്കിൽ 4 കൊല്ലം പിടിക്കും. അപ്പം ഞാൻ എപ്പോഴായിരിക്കും ശരിക്കും ഒരു ഫിസിക്കൽ പ്രസൻസിൽ മാധവൻ സാറൊക്കെ വന്നിട്ട് ചെയ്യുന്നൊരു പുസ്തകം എപ്പോൾ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ആലോചിച്ചെങ്കിലും പുതിയതായിട്ടൊന്നും വന്നിട്ടില്ല. കഥകളുടെ വിവർത്തനമാണ്. അപ്പം ഈ എല്ലാവരും വന്ന് ഇങ്ങനൊരു സദസ്സിൽ നിൽക്കാൻ പറ്റുന്നതിൻ്റെ വലിയ സന്തോഷമുണ്ട്. സൂറത്തെ ഒരുപാട് കാലമായിട്ട് അറിയാം. സൂറത്ത് പറഞ്ഞ പോലെ അവിടെ നമ്മുടെ ഒരു കൂട്ടായ്മയും അങ്ങനെ പരിചയവും വ്യക്തിപരമായ അടുപ്പമൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പം നമ്മൾ എന്തിനാണ് എഴുതുന്നത് എന്നൊക്കെയുള്ള ഒരു ചോദ്യം പലരും ചോദിക്കാം. എന്തിനെഴുതണം? എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഉത്തരമല്ല. എനിക്കങ്ങനെ എഴുതുന്ന ആരെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടാവുകയോ അങ്ങനെയൊന്നുമില്ല. വായനയിൽ നിന്ന് വന്നതായിരിക്കാം. കുറച്ച് അന്തർമുഖത്വമൊക്കെ ഉള്ളതുകൊണ്ട് ഒറ്റയ്ക്ക് ഇരിക്കുന്നതിൽ നിന്ന് വന്നതാവാം. എങ്ങനെ വന്നെന്നറിയില്ല. അപ്പം ഇവരൊക്കെ പറഞ്ഞ പോലെ ഇന്ന ജോണറിൽ ഇന്ന രീതിയിൽ എഴുതുന്നു, ഇതൊന്നും ആലോചിച്ചിട്ടുമല്ല എഴുതുന്നത്. എഴുതുമ്പോൾ സംഭവിച്ചു പോകുന്നതാണ്. അപ്പം എന്തിനെഴുതുന്നു എന്ന് ഇപ്പോൾ ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു എൻ്റെ സ്വപ്നത്തിൽ പോലും എഴുതുന്നതിൻ്റെ മുൻപ്, എഴുതി തുടങ്ങുന്നതിൻ്റെ മുൻപ് എനിക്ക് ആഗ്രഹിക്കാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു വേദിയിൽ ഇരിക്കാൻ പറ്റും എന്ന് സങ്കല്പിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. എൻ.എസ്. മാധവൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ചെറുപ്പകാലത്ത് അത്രയും ആവേശപ്പെട്ട് വായിച്ച് അത്രയും ബഹുമാനത്തോടെ ആദരവോടെ കണ്ടിരുന്ന ഒരു വ്യക്തിയുടെ അടുത്ത കസേരയിൽ ഇരിക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ചിന്തിക്കാൻ പറ്റും എന്നുള്ളത്. എനിക്കൊന്ന് എഴുത്ത് തരുന്ന ഏറ്റവും വലിയ റിവാർഡ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതിങ്ങനത്തെ കാര്യങ്ങളാണ്. അല്ലെങ്കിൽ നമ്മൾ എവിടെ നിന്നാണ് ഇവരെ കാണുന്നത്, നമ്മൾക്ക് എങ്ങനെയാണ് വർത്തമാനം പറയാൻ പറ്റുന്നത്, അടുത്തിരിക്കാൻ പറ്റുന്നത്. അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. ഒരു പക്ഷേ വേറെ ഏത് പുരസ്കാരത്തെക്കാളും അങ്ങനെ കൂടെ ഇരിക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ അവർ നമ്മുടെ കഥകളെക്കുറിച്ച് നല്ല വാക്കുകൾ പറയുന്നു എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷമാണ്. പിന്നെ ട്രാൻസ്ലേഷൻ്റെ ഇപ്പോൾ പ്രിയ പറഞ്ഞ പോലെ ഞങ്ങൾ ട്രാൻസ്ലേഷൻ തീരുന്നവരെ തമ്മിൽ കണ്ടിട്ടില്ല. സത്യത്തിൽ ദിവ്യ വഴിയാണ് പരിചയപ്പെടുന്നത്. ദിവ്യയുടെ സുഹൃത്തായിരുന്നു. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ പ്രിയയുടെ കാര്യം പറഞ്ഞു. പിന്നെ ഞാൻ സംസാരിച്ചു, ട്രാൻസ്ലേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഈ ഹോൾ പ്രോസസ്സ് ഞങ്ങൾ ഫോണിലൂടെ മാത്രമാണ്. അപ്പം എനിക്കൊന്ന് ഇത് ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു വേറെ വർക്കും കൂടിയാണ്. അവർക്കുള്ള സ്വാതന്ത്ര്യവും അവർക്കുള്ള സ്പേസും ഒക്കെ ഉണ്ട്. നമ്മൾ എഴുതിയത് അതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതല്ലല്ലോ. അപ്പം ഞാൻ ഒരു രീതിയിലും അതിലൊരു ഇടപെടലും നടത്തിയിട്ടില്ല. പക്ഷേ ഈ പറയുന്ന പോലെ ഞങ്ങളുടെ ഫോൺ കോൺവെർസേഷൻസ് ഭയങ്കര രസമായിരുന്നു. നമ്മളിങ്ങനെ വിളിച്ചിട്ട് കുറേ എന്തൊക്കെയോ പറഞ്ഞ് ശരിക്കും ട്രാൻസ്ലേഷനൊക്കെ മറന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് നടക്കുന്നത്. പിന്നെ അതിൻ്റെ സമയമെടുത്തു വരാൻ വേണ്ടിയിട്ട് ആ ഒരു പ്രോസസ്സിൽ ഈ ട്രാൻസ്ലേഷൻ, അതായത് പുസ്തകമായിട്ട് വരാൻ സത്യത്തിൽ സഹായിച്ച ഒരു വ്യക്തിയുടെ കാര്യം കൂടെ പറയണം. വന്നിട്ടില്ല, അനീസ് സലീം എന്ന റൈറ്റർ. അനീസാണ് ശരിക്കും ഇപ്പം പ്രത്യേകിച്ചും ചെറുകഥകൾക്ക്, നോവൽ പോലെയല്ല, ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. അപ്പം അത് അങ്ങനെ ഒരു കണക്ഷൻ കനിഷ്ക ഗുപ്തയെ പരിചയപ്പെടുത്തുന്നതും പിന്നീട് ഹാഷറ്റിലേക്ക് എത്തുന്നതുമൊക്കെ അനീസ് സഹായിച്ചിട്ടുണ്ട്. അപ്പം ട്രാൻസ്ലേഷൻ വന്നു, അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിവിടെ KLF-ൻ്റെ വേദിയിൽ വെച്ചിട്ടാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഹോൾ ഡേ ഞങ്ങൾ ആ റൂമിൽ ഇരുന്നിട്ട് സംസാരിക്കുന്നു. വേറെ സെഷൻ, പ്രിയയുടെ സെഷൻ്റെ സമയമാകുമ്പോൾ പോകുന്നു, ഞാൻ എൻ്റെ സെഷൻ്റെ സമയമാകുമ്പോൾ പോകുന്നു എന്നല്ലാതെ ഞങ്ങളിരുന്ന് ഒരുപാട് വർത്താനമൊക്കെ പറഞ്ഞ അവസാനം ഈ പുസ്തകത്തിൻ്റെ അക്നോളജ്മെൻറ്റിൽ പറയുന്ന പോലെ ഞങ്ങൾ ഇസ്താൻബുളിലേക്ക് ഒരു യാത്ര വരെ പ്ലാൻ ചെയ്തിട്ടാണ് അന്ന് പിരിഞ്ഞിട്ടുള്ളത്. പിന്നെ ഇങ്ങനൊരു പരിപാടി നടത്തുമ്പോൾ അതിൻ്റെ ഈ പറയുന്ന എല്ലാ സഹായങ്ങളും ചെയ്തെന്നുള്ളതാണ് ഫാദർ ജോൺ മണ്ണാറത്തറ. എപ്പോഴും നമ്മളോട് പറയും, നിങ്ങളെന്താണ് പ്രോഗ്രാമൊന്നും ചെയ്യാത്തത്, ഇവിടെ അതിനുള്ള സ്പേസ് ഉണ്ടല്ലോ, നിങ്ങൾ പരിപാടികൾ വെക്കുമോ എന്നൊക്കെ പറയും. നമ്മുടെ പതിവ് മടികളിൽ ഇതിങ്ങനെ മാറിപ്പോകുന്നതാണ്. അപ്പം ഇങ്ങനെ ഞാനൊരു കാര്യം പറഞ്ഞപ്പോൾ എല്ലാവിധ ഈ പറയുന്ന നമുക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. മറ്റേ നമ്മളൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കേണ്ടി വരും, A to Z. ഇത് സത്യത്തിൽ അതൊന്നും തന്നെ ഉണ്ടായിട്ടില്ലായിരുന്നു. വളരെ സ്മൂത്തായിട്ട് നമുക്ക് ഈ പരിപാടി ചെയ്യാൻ പറ്റി. ജബീൻ്റെ കാര്യം പറയുമ്പോൾ സത്യത്തിൽ വളരെ അപ്പോളജറ്റിക് ആയിട്ട് ഞാൻ പറയേണ്ടി വരും. മയൂരയായിരുന്നു വരാനിരുന്നത്. മയൂരയ്ക്ക് ലാസ്റ്റ് മിനിറ്റ് ചെറിയ അസൗകര്യം, സമയത്തിന് എത്തിപ്പെടാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഞാൻ ലാസ്റ്റ് മിനിറ്റാണ്, അതായത് പുതിയ കാലത്തെ എഴുത്തുകാരികളിൽ
ഇപ്പോൾ കഴിഞ്ഞ വിഷു കഥാമത്സരത്തിൽ ഫസ്റ്റ് കിട്ടി. അപ്പം എന്താ വെച്ചാൽ പുതിയ കുട്ടികൾ, പ്രത്യേകിച്ച് മെൻസ്ട്രുവൽ കൂപ്പിയാണല്ലോ, പുതിയ കുട്ടികളിൽ ഒരാളെ വിളിക്കുക. അങ്ങനെയാണ് ജബീനെ ഞാൻ വിളിക്കുന്നത്. ജബീൻ പറഞ്ഞ പോലെ അർജുൻ ഞങ്ങളുടെ കോമൺ ഫ്രണ്ടാണ്. അപ്പോൾ അർജുൻ വഴിയാണ് ഞാൻ വിളിക്കുന്നത്. ഞാൻ വളരെ അപ്പോളജറ്റിക് ആയിട്ട്, എനിക്കറിയാം ലാസ്റ്റ് മിനിറ്റാണ് ഞാൻ ഇത് പറയുന്നത്. ബട്ട് ഷീ ഡിഡ്ന്റ് ഹെസിറ്റേറ്റ്. അപ്പോൾ തന്നെ വരാമെന്ന് പറഞ്ഞു. അതിലുള്ള സന്തോഷമുണ്ട്. അരുണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, അരുൺ സത്യത്തിൽ എനിക്ക് തോന്നുന്നു ഞാൻ എഴുതുന്നതിന് മുൻപുള്ള എന്നെയും എഴുതി തുടങ്ങിയ എന്നെയും കണ്ടിട്ടുള്ള അപൂർവം വ്യക്തികളിൽ ഒരാളാണ്. അരുണിനെ പരിചയപ്പെടുന്ന കാലത്ത് കാര്യമായിട്ടൊന്നും പ്രസിദ്ധീകരിച്ചൊന്നും വന്നിട്ടൊന്നുമില്ല. അപ്പം എഴുതി തുടങ്ങുമ്പോഴുള്ള എൻ്റെ എല്ലാ പ്രശ്നങ്ങളും എഴുത്തിലും പിന്നെ നമുക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കണ്ട് എപ്പോഴും കൂടെ നിന്നാളെ. ഇപ്പോഴും അതേ ഒരു കഥ എഴുതുമ്പം ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത ഒരു 2-3 സുഹൃത്തുക്കൾ വായിച്ച് അവരുടെ അഭിപ്രായം കേട്ടതിന് ശേഷമാണ് പിന്നീട് അത് പബ്ലിഷ് ചെയ്യാൻ കൊടുക്കണമെന്നൊക്കെ ആലോചിക്കുക. ഈ സുഹൃത്തുക്കൾ എനിക്കറിയാം കൃത്യമായിട്ട് അത് മോശമാണെങ്കിൽ മോശമെന്ന് പറയും എന്ന് നമുക്ക് ഉറപ്പുള്ള സുഹൃത്തുക്കളാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ എഴുത്തിൻ്റെ തുടക്കം തൊട്ട് ഇപ്പോൾ ലാസ്റ്റ് കഥ വരെ പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് വായിച്ച് പരിചയമുള്ളതുകൊണ്ട് അരുൺ. ഇവരെല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നതും ഇവർ കൂടെ ഉള്ളതും അത് ഭയങ്കര സന്തോഷമാണ്. പിന്നെ എഴുത്തിനെ കുറിച്ച് പറഞ്ഞ പോലെ എനിക്ക് വായനയായിരുന്നു ഒരു സമയത്ത്. ഒന്ന് ഞാനും അനിയനും തമ്മിൽ ഒരു ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്ന പോലെ വ്യത്യാസമുണ്ട്. അപ്പം വേറൊന്നും ചെയ്യാനും ഇല്ല. നമ്മൾ ഫോണൊക്കെ വരുന്ന കാലത്തിൻ്റെ മുൻപായതുകൊണ്ട് വായന എന്നുള്ളതാണ് പ്രധാന പരിപാടി. വായിച്ച് എപ്പോഴോ മനസ്സിൽ കയറിയതായിരിക്കണം, അല്ലാതെ അതിന് ഈ പറയുന്ന മുൻ മാതൃകകളൊന്നുമില്ല വീട്ടിൽ. പിന്നെ ആകെ എന്താ വെച്ചാൽ അല്ലാതെ നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടാത്ത പാരൻസ് ആയിരുന്നു. ഇനി ആദ്യമേ അവർക്ക് തോന്നിയിട്ട് അത് നന്നാവില്ലാന്ന് തോന്നിയതുകൊണ്ടാണോന്ന് അറിയില്ല, എന്നെ വഴിക്ക് വിട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ ഇത്രയും പേര് നല്ലത് പറഞ്ഞ് കേട്ടപ്പോഴുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ, സ്ഥിരം കേൾക്കുക ഓൺ എ ഡെയിലി ബേസിസ് എന്ന് പറയുന്നത് ഉമ്മാൻ്റെ പരാതികളോ അതൊക്കെ ആയിരിക്കും. എന്നും വിളിക്കുമ്പോൾ മിക്കവാറും പറയുന്ന ഒരു സാധനം, ഞാൻ ലൈഫ് വേസ്റ്റാക്കി എന്നുള്ള കാര്യം. ഇത്രയും പഠിച്ചിട്ട്, അതായത് ഞാൻ ജോലി ചെയ്യുന്നില്ല, കൃത്യമായി വരുമാനമില്ല, ഇങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ് സ്ഥിരം പരാതി. അത് പല അവസരങ്ങളിലും വരും, പല ആളുകളായിട്ട് കമ്പയർ ചെയ്തിട്ട് വരും. ഇപ്പോൾ നമ്മുടെ ഫാമിലിയിലും ആരെങ്കിലും ഇന്നതാകുമ്പോൾ അവരവിടെ എത്തി, ആ സമയത്ത് നീയായിരുന്നു നന്നായിട്ട് പഠിക്കുക, അവരല്ല, പക്ഷെ നീ എന്താണ് ചെയ്യുന്നത്, ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് എന്നുള്ളതാണ് പറയുക. അപ്പം ഇതാണ് നമ്മൾ സ്ഥിരം കേൾക്കുന്നത്. അത് ഞാൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഇത്രയും ഐ വിഷ് യുവർ ഹിയർ ടു ഇത് കേൾക്കാൻ. പക്ഷെ കേട്ടിട്ടുണ്ടെങ്കിലും പറയും ഇതുകൊണ്ട് ഇപ്പം എന്താ കാര്യം എന്ന് ചോദിക്കും. അപ്പം അങ്ങനെ കോഴിക്കോട് വന്ന് സെറ്റിലായത്. സത്യത്തിൽ ഈ നഗരം എന്നെ ശരിക്കും നമ്മളെ പാകപ്പെടുത്തിയെടുക്കുമല്ലോ, നമ്മളൊരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഭയങ്കരമായിട്ട് സ്പേസ് തന്നൊരു സ്ഥലമാണിത്. ഇപ്പം നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്നൊക്കെ പറയുമെങ്കിലും എനിക്ക് എന്തുകൊണ്ടോ ഞാൻ ജനിച്ചു വളർന്ന നാടിനോട് അത്ര ഭയങ്കര അഫിനിറ്റി ഒന്നുമില്ല. ശരിയാണ്, വളരെ നല്ല മനുഷ്യന്മാരാണ് നാട്ടിൻപുറം ആയതുകൊണ്ട് എല്ലാവർക്കും പരസ്പരം അറിയാം. ഞാൻ ഇന്ന വീട്ടിലെ കുട്ടിയാണ് എന്നുള്ളത് എല്ലാം അറിയാം. പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഞാൻ എത്ര മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, എത്ര മണിക്ക് തിരിച്ചു വരുന്നു, ആ വരുന്നതിൽ 5 മിനിറ്റ് ലേറ്റായോ, എന്ത് വസ്ത്രം ധരിക്കുന്നു എന്നുള്ള എല്ലാ കാര്യത്തിലും കണക്കുണ്ടാവും. അപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് സർവൈലൻസ് പോലെയാണ്. അതായത് ഒരു സ്വകാര്യത, ഒരു വ്യക്തിയുടെ സ്വകാര്യത എന്നുള്ള കോൺസെപ്റ്റ് ഒന്നും ഇല്ലാത്ത പോലെയാണ്. ഞാനാണെങ്കിൽ പൊതുവേ ആളുകളെ അധികം കാണാതെ ഇരുന്നാൽ സന്തോഷം എന്ന് വിചാരിക്കുന്ന ഒരാളുമാണ്. അപ്പം അതിൽ നിന്ന് കോഴിക്കോട് എത്തിയപ്പോഴുള്ള ഒരു ഇത് നമുക്ക് നമ്മുടെ ഒരു സ്പേസ് കിട്ടുകയാണ്. ഈ പറയുന്ന പുറത്തു നിന്നുള്ള ഒരുപാട് ഇടപെടലുകളില്ല, പിന്നെ ബന്ധുക്കൾ ശത്രുക്കളൊന്നും അടുത്തില്ല. അങ്ങനെ ഒരു വളരെ സ്വാതന്ത്ര്യം തന്ന ഒരു നഗരമാണ്. സ്വാതന്ത്ര്യം മാത്രമല്ല, നല്ല സൗഹൃദങ്ങളും. ഒരാളെ രൂപപ്പെടുത്തുന്നതിൽ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളും ഇതൊക്കെ മാറ്റുന്നതിൽ ഈ സുഹൃത്തുക്കൾക്ക് നല്ല പങ്കുണ്ടെന്നാണ് വിചാരിക്കുന്നത്, നമ്മൾ ആരുടെ കൂടെയാണ് എന്നുള്ളത്. അപ്പം നമ്മുടെ അതേപോലെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കുന്ന, നമുക്ക് എന്തും പറയാൻ പറ്റുന്ന സുഹൃത്തുക്കൾ ഉണ്ടാവുക എന്നുള്ളതും കോഴിക്കോട് ഏറ്റവും പ്രിയപ്പെട്ടാവുന്നത് ഈ കുറച്ച് ആളുകൾ കൂടിയാണ്. ഇപ്പം കോംപെയർ എന്നിട്ട് അപ്പോൾ കുറേ പേര് സ്പെല്ലിങ് തെറ്റിയതാണോ എന്നൊക്കെ വിചാരിച്ചു. ദിവ്യയും റോഷിനിയും രണ്ടുപേരും എൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു, എന്നാലും അവർ നന്നായി രണ്ടുപേരും ടീച്ചേഴ്സായി കോളേജിൽ വർക്ക് ചെയ്യുന്നു. അപ്പം അവരായാലും നമ്മൾ സ്റ്റുഡൻസ് ടേൺ ബെസ്റ്റ് ഫ്രണ്ട്സ് പോലെ
നമ്മൾ ഒന്നിച്ച് യാത്രകളും കൂട്ടത്തിൽ ഒരാളില്ലെങ്കിൽ അവരെ പറ്റി കുറ്റം പറയുകയും ആ കുറ്റം അവരോട് പിന്നെ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള സ്വാതന്ത്ര്യമുള്ളവരായി. സിദ്ധാർത്ഥനുണ്ട്. സിദ്ധാർത്ഥൻ കോഴിക്കോടിനെ പറ്റിയിട്ട് സിദ്ധൻ എന്നാണ് ഞങ്ങൾ വിളിക്കാറ്. ഒരുപാട് കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ ചില കഥകൾ ചില ആളുകളെ പറ്റിയൊക്കെ നമുക്ക് എങ്ങനെ പെരുമാറണം എന്നുള്ളത് പോലും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ പിന്നീട് ദേവഗിരിയിൽ ജോയിൻ ചെയ്തപ്പം അതൊരു വേറെ ആഘോഷ ടീച്ചർ എന്നുള്ളതിൽ മാത്രമല്ല, എല്ലാവരും ഇരിക്കുന്നുണ്ട് ദേവഗിരി. അതൊരു ശരിക്കും പഠിച്ച കോളേജിനേക്കാളും, ഞാൻ ഫറൂഖ് കോളേജിലാണ് പഠിച്ചെങ്കിലും പഠിച്ച കോളേജിനേക്കാളും വളരെയധികം നമുക്ക് ബന്ധങ്ങളുള്ള, എന്താ പറയുക, അവിടുത്തെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് ശരിക്കും ഒരു എന്നും സെലിബ്രേഷനായിരുന്നു. യാത്രകൾ, ഫിലിം ക്ലബ്ബ്, അങ്ങനെ ഈ പറയുന്ന സിനിമയുടെ അതുവരെ കാണാത്ത ഒരുപാട് സലീൽ സാറിനൊക്കെ ഒരു സമയത്ത് പ്രാന്തായിരുന്നു. പലതരം CD കളൊക്കെ സംഘടിപ്പിച്ച ഒരുപാട് സിനിമകൾ. നമ്മുടെ ലോകം വലുതാവുന്നു. പിന്നീട് അതുപോലെ ഓരോ കൂട്ടായ്മകൾ, ഇപ്പം ഇന്ന് ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോഴും ഇപ്പം നമ്മുടെ ടോക്കീസ് എന്ന ടീം ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇതാക്കുമ്പോൾ. അപ്പം പോസ്റ്ററൊക്കെ ചെയ്യാൻ കുഞ്ഞപ്പ സഹായിച്ചിട്ടുണ്ട്, ബാസിം ഇതാക്കിയിട്ടുണ്ട്, പിന്നെ അബിൻ, എൻ്റെ ഫ്രണ്ട് അബിൻ സിംഗിൾ പോസ്റ്റേഴ്സൊക്കെ ചെയ്തു. ഇങ്ങനെ കുറേ പേര്. എന്ന് മാത്രമല്ല, ഇന്ന് ഉച്ചയ്ക്ക് നല്ല ഫിഷ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി തന്ന തായി ഇവിടെ ഇരിക്കുന്നുണ്ട്. നസ്മാധവൻ സാറിനും ഞങ്ങളൊക്കെ പോയി നല്ല ബിരിയാണിയൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. അതായത് നമുക്ക് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാവുന്ന, ഈ പറയുന്ന നമുക്ക് നമ്മളായിട്ട് ഇരിക്കാൻ പറ്റുന്ന സുഹൃത്തുക്കൾ അങ്ങനെ കിട്ടുന്നതും വലിയ ഭാഗ്യമാണ്. കാരണം നമ്മൾ എല്ലാവരോടും പെരുമാറുമ്പോൾ നമ്മൾ എടുത്തണിയുന്ന ഒരുപാട് മുഖങ്ങളുണ്ട്. നമ്മുടെ ശരിക്കും പറയാൻ ഉദ്ദേശിക്കുന്നതോ പെരുമാറാൻ പറ്റുന്ന രീതിയിലോ ഒന്നുമല്ല. അതിൽ വരുമ്പോൾ നമ്മൾ ചില അഡ്ജസ്റ്റ്മെൻറ്റുകളിലൊക്കെ, അത് അങ്ങനെയല്ലാതെ നമുക്ക് നമ്മളായിട്ട് ഈ പറയേണ്ട കാര്യങ്ങൾ തുറന്ന് പറയാൻ പറ്റുന്ന ഈ സുഹൃത്തുക്കളും ഇതെല്ലാം കൂടിയാണ് എനിക്ക് തോന്നുന്നു ഞാനെന്നൊരു വ്യക്തിയെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം പിന്നീട് നമ്മൾ എഴുത്തിലുമൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ ലിബറേറ്റഡ് ആവുന്നു. ഇപ്പം സൂറത്ത് പറഞ്ഞു, സൂറത്ത് എഴുതിയിരുന്ന കാലത്തുണ്ടായിരുന്ന പ്രശ്നങ്ങൾ, അത് കഴിഞ്ഞ് നമ്മൾ എഴുതുമ്പോൾ ഈ പ്രശ്നങ്ങൾ അത്ര കുറഞ്ഞു എന്നൊന്നും പറയാൻ പറ്റില്ല. ചില സാധനങ്ങൾ പേട്രിയാർക്കിൽ മിക്ക സാധനങ്ങളും അങ്ങനെയൊന്നും മാറില്ല. അപ്പം എഴുതുമ്പോഴുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ഞാൻ നോട്ട്ബുക്ക് എന്ന് എഴുതി കഥ വന്നപ്പം മാതൃഭൂമിയിൽ വന്നപ്പോൾ ഒരുപാട് കളിയാക്കലുകൾ കേട്ടിട്ടുണ്ട്. ഒന്ന്, ആ കഥയിലെ കഥാപാത്രം മുസ്ലിം ആണെന്ന് വിചാരിക്കുമ്പോൾ അത് എൻ്റെ ജീവിതമാണ്, കാരണം എനിക്കൊരു മുസ്ലിം പേരുള്ളത് കൊണ്ട് ഇതെൻ്റെ അനുഭവം എന്നുള്ള രീതിയിൽ വായിക്കുകയും കളിയാക്കുകയും ചെയ്ത ആളുകളുണ്ട്. അത് രണ്ടാമത്തെ കഥ എഴുതുമ്പോൾ വലിയ പ്രശ്നമാണ്. നമ്മൾ ഈ ഓഡിയൻസിനെ കുറിച്ച് ചിന്തിക്കും, ഇവരിത് എങ്ങനെ റിയാക്ട് ചെയ്യും, എങ്ങനെ വായിക്കും, എന്തൊക്കെ രീതിയിലുള്ള കമൻറ്റുകൾ കേൾക്കണം. പക്ഷെ അതൊരു പോയിന്റ് എത്തുമ്പോൾ നമ്മൾ അതിനെ ഓവർകം ചെയ്യാൻ പറ്റും. അതായത് അങ്ങനെ നമ്മളോട് തന്നെ കള്ളത്തരം കാണിച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റില്ല, അല്ലെങ്കിൽ എഴുതാതെ ഇരിക്കുക. പിന്നെ നമ്മൾ എഴുതുമ്പം ഈ പറയുന്ന പല വായനകൾ വരാം. അത് ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് പിന്നെ അതൊരു പ്രശ്നമെല്ലാം ഉണ്ടാവുന്നു, നമ്മൾ എഴുത്തിൽ ഇതാവും. പിന്നീടുള്ള കഥകളൊക്കെ സംഭവിച്ചു പോയതാണ്. എനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊന്നും പറയാൻ അറിയില്ല. ചില നേരത്തെ പറയുന്ന എഴുതാതെ ഇരിക്കാൻ വയ്യ എന്ന് തോന്നുന്ന സമയത്ത് എഴുതി വന്നതാണ്. അത് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഇപ്പം എൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വന്നു. അപ്പം കൂടുതൽ ആളുകൾ വായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വന്നു ചേർന്ന എല്ലാവർക്കും ഈ പറഞ്ഞ ഒരുപാട് പേർക്ക് നന്ദി പറയാനുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ കുഞ്ഞാപ്പയും വാസുവേട്ടനും രാജേഷും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും തന്നെ പല രീതിയിൽ എന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വന്നു ചേർന്നതിൽ, കേട്ടിരുന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു.